السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരണീയരായ നമ്മളുടെ അതിഥികൾ, മറ്റു അധ്യാപകർ, സഹപാഠി സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2025-26 ദഅ്വാ സമ്മേളനം അറിവാണ് ചെറുത്തുനിൽപ്പ് എന്ന സമ്മേളനത്തിൻ്റെ ഒന്നാം ദിവസം 3ാമത്തെ സെഷനിലേക്കാണ് നാം ഓരോരുത്തരും സംഗമിച്ചിട്ടുള്ളത്. ഈ ഒരു സെഷനിൽ നാം ചർച്ച ചെയ്യുന്നത് വിശ്വാസം, അന്ധവിശ്വാസം, പൗരോഹിത്യത്തിൻ്റെ അബദ്ധ സഞ്ചാരങ്ങൾ. നമുക്കിന്ന് സമൂഹത്തിൽ കാണുന്നത് പോലെ ഒരുപാട് ബിദ്അത്തുകളും അതുപോലെ പൗരോഹിത്യത്തിൻ്റെ അറിവില്ലായ്മയിലൂടെ സമൂഹം തിന്മയിലേക്കും അതുപോലെയുള്ള അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും പോകുന്ന നാം കാണുന്നുണ്ട്. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് മായിൻകുട്ടി സുല്ലമി, മുഹമ്മദ് സലീം സുല്ലമി, അബ്ദുറഹ്മാൻ ഫാറൂഖി പൊന്മള, അബ്ദുൽ മജീദ് സുഹരി എന്നിവരാണ്. ഈ ഒരു സെഷൻ്റെ മോഡറേറ്റർ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ഷെരീഫ് അൻസാരി വാവൂരിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വഹദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദഹു ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഏറെ ആദരണീയരായ പണ്ഡിതന്മാരെ, ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ഈ ദഅവയുടെ 3ാമത്തെ സെഷനിലാണ് നിലകൊണ്ടിരിക്കുന്നത്. വിശ്വാസം, അന്ധവിശ്വാസം, പൗരോഹിത്യത്തിൻ്റെ അബദ്ധ സഞ്ചാരങ്ങൾ എന്ന വിഷയത്തിലാണ് ഇവിടെ ഈ ചർച്ച നമ്മൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ റോഡരികിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് കാണുന്ന ഒരു വലിയ ഫ്ലക്സ് ബോർഡുകളിൽ കാണുന്ന ഒരു തലക്കെട്ടുണ്ട്. സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഉള്ള അവരുടെ ഫ്ലക്സുകളാണ് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത്. ആ ഫ്ലക്സുകളിൽ അവരുടെ ക്യാപ്ഷനായി എഴുതി വച്ചിരിക്കുന്നത് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ്. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ. പാരമ്പര്യവാദികളാണ് അവർ. നിങ്ങൾ പലപ്പോഴും അവരുടെ ഈ ഫ്ലക്സ് ബോർഡുകളിലും പോസ്റ്ററുകളിലൊക്കെ കാണുന്നത് ഒരു പായക്കപ്പലായിരിക്കും. ആ പായക്കപ്പൽ ഒരു വലിയ സന്ദേശമാണ് ജനങ്ങളോട് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, അത് മാലിക് ബിൻ ദിനാറും കൂട്ടരും കപ്പലിൽ ഇങ്ങോട്ട് വന്നതിനെ സൂചിപ്പിക്കുന്നതാണത്. അവർ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയത് മുതൽ അവരിവിടെ എന്തൊരാശയമാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ നമ്മളുടെ നാട്ടിലേക്ക് പകർന്നത്, ആ തനതായ ആദർശത്തെ ഞങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ് അവർ. പലപ്പോഴും അവർ പല വിശ്വാസങ്ങളും, പല അന്ധവിശ്വാസങ്ങളും അവരിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ അതിനെ ചോദ്യം ചെയ്യാറുമുണ്ട്. നമ്മൾ ചോദ്യം ചെയ്യാറുള്ളത് ഖുർആനും ഹദീസും അടിസ്ഥാനത്തിലാണ്. ഖുർആനും ഹദീസും അടിസ്ഥാനത്തിൽ അവരുടെ ആശയാദർശങ്ങളുടെ പാപ്പരത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അവർ പലപ്പോഴും പറയുന്ന ഒരു വാദമാണ്, ഞങ്ങളുടെ ആദർശം എന്നത് ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. കേരളത്തിൽ പൂർവ്വകാലത്ത് മുൻകാലത്ത് വന്ന മാലിക് ബിൻ ദിനാറിനെ പോലെയുള്ള ആളുകൾ കേരളക്കരക്ക് സമ്മാനിച്ച ആദർശം എന്താണോ അത് ഞങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് എന്നതാണ് അവർ പറയാൻ ശ്രമിക്കാറുള്ളത്. അതാണ് പ്രത്യേകിച്ചും ഈ ക്യാപ്ഷൻ കൊണ്ടും അവർ അർത്ഥമാക്കുന്നത്. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ,
നൂറ്റാണ്ടുകളായി കൈമാറപ്പെട്ട് ഇന്ന് അവരുടെ സംഘടന വഴി കേരളത്തിലെ മുസ്ലിങ്ങളിലേക്ക് അവർ ഇസ്ലാമിൻ്റെ തനതായ ആദർശം പകർന്നു കൊടുക്കുന്നു എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അവിടെ വിമർശനങ്ങളുടെ സ്വരമുയരേണ്ടത് തന്നെയാണ്. ആ സ്വരമുയരേണ്ടത് ഈ ജാമിഅയുടെ മുറ്റത്തു നിന്നു തന്നെയാണ്. നമ്മൾ വളരെ ഗൗരവമായും ഇവിടെ ചർച്ച ചെയ്യുകയാണ്. സമസ്തയുടെ ആദർശം അത് വിശുദ്ധമാണോ അതല്ല അവിശുദ്ധമാണോ എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളുടെ അടുക്കൽ ഇവിടെ 3 പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമുക്കൊപ്പം ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ആദ്യമായി ബഹുമാന്യനായ മായിൻകുട്ടി സുല്ലമിയെ, അദ്ദേഹം എഴുത്തുകാരനാണ്, ഗ്രന്ഥകാരനാണ്, പ്രഭാഷകനാണ്. കേരളക്കരക്ക് ഒരുപാട് വൈജ്ഞാനിക സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം നമ്മളുമായി കൊണ്ട് സംവദിക്കാണ്. KJU, ആദ്യത്തെ കേരളത്തിലെ പണ്ഡിത സഭ KJU. ആ KJU ആണ് കേരളത്തിൽ ആദ്യമുണ്ടാകുന്ന പണ്ഡിത സഭ. പിന്നെയാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികം അതിൻ്റെ വലിയ ശബ്ദമയമായ രീതിയിൽ കൊണ്ടാടാൻ നോക്കുന്ന അവർ ആ സംഘടന തന്നെ പിറവി കൊള്ളുന്നത് ഇവിടെയുള്ള KJUവിൻ്റെ പിറവിക്ക് ശേഷമാണ്. എന്താണ് കേരളത്തിൽ ഒരു പണ്ഡിത സഭ കേരളത്തിൽ പിറവി കൊണ്ടിട്ട് അതിൽ നിന്നും പിരിഞ്ഞുപോയി മറ്റൊരു പണ്ഡിത സഭ, അതേ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു പണ്ഡിത സഭ രൂപീകരിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അതുപോലെ തന്നെ അവർക്ക് കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? അതിനുള്ള അവർക്കുള്ള ആദർശത്തിൻ്റെ വിയോജിപ്പ് എന്താണ്? അതുപോലെ തന്നെ അവർക്ക് പ്രമാണങ്ങളോട്, KJU സ്വീകരിച്ച പ്രമാണവുമായി ബന്ധപ്പെട്ട നിലപാടുകളോട് അവർക്കുള്ള എതിർപ്പ് എന്താണ്? ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ മായിൻകുട്ടി സുല്ലമി നമ്മളുമായി കൊണ്ട് സംസാരിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി, ഈ നല്ല ഭക്ഷണവും ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് അറിയാം, എന്നിരുന്നാലും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളുടെ ആദർശ വിഷയങ്ങൾ നമ്മൾ അറിയണം. നിങ്ങൾ കാണുന്നതാണ് ഈ റീലുകളിലൂടെയും മറ്റുമൊക്കെ കുട്ടികൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ നടക്കുന്ന ചില തലകെട്ടുധാരികളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. റീലുകളിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ആ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് തിരുത്തപ്പെടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ബഹുമാന്യനായ മായിൻകുട്ടി സുല്ലമിക്ക് മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വേദിയിലെ പണ്ഡിതന്മാരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, സഹോദരന്മാരെ, വളരെ ശ്രദ്ധേയമായ ചർച്ചകളിലാണ് നമ്മളിപ്പോൾ ഏർപ്പെടുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ജാഹിലിയ്യത്ത് എന്താണെന്ന് അറിയാത്ത പക്ഷം ഇസ്ലാമിൻ്റെ മഹത്വവും മേന്മയും മഹിമയും മനസ്സിലാവുകയില്ല എന്ന്. എന്തുകൊണ്ട്? ഇസ്ലാം ജാഹിലിയത്തിനെയാണ് എതിർത്ത് തോൽപ്പിച്ച് തൗഹീദുമായി മനുഷ്യമോചനത്തിനും മോക്ഷത്തിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അഷ്റഫുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിട്ടുള്ളത്. ലോകോത്തരമായ ഒരു സമൂഹം, ഉമ്മത്തുൻ വസത്ത് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച വിഭാഗം, ഒരാൾ മുസ്ലിമായി, മുഅ്മിനായി, മുത്തഖിയായി ജീവിക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തെയും അന്ന് അവർക്ക് നേതൃത്വം നൽകിയ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും തുടരുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. കാരണം അവരാണ് മാതൃകാ സമൂഹം. വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നു. സൂറത്തുൽ അൻആം 151, 152, 153 ആയത്തുകളിലൂടെ തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന തുടങ്ങിയാണ് ആദ്യത്തെ വിഷയം. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക, ഇങ്ങോട്ട് വരിഞ്ഞെന്ന് അവരോട് പറയുക, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക. തുടർന്ന് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന കാര്യവും
യതീം കുട്ടികളോട് നല്ല നിലക്ക് വർത്തിക്കേണ്ട കാര്യവും ഒക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മൂന്നാമത്തെ രംഗം ആയത്ത് ഇങ്ങനെയാണ്: വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ ചൊവ്വായ വഴി മാർഗം, അതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കരുത്, ഭിന്നിക്കരുത്. ഭിന്നിപ്പുണ്ടാകുമെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതാണ്. പക്ഷേ ഈ വഴിയിൽ നിന്ന് നിങ്ങൾ ഭിന്നിക്കരുത്. വലാ തത്തബിഉ സുബുൽ, ഇതര മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിയാലോ നിങ്ങൾ ചിതറിപ്പോകും, വിവിധ ആശയക്കാരും ആദർശക്കാരുമാകും. അതുകൊണ്ട് ഇതര മാർഗങ്ങളിലേക്ക് വ്യതിചലിച്ചു പോകരുത് എന്ന് ഖുർആൻ കണിശമായി വ്യക്തമായി ആവർത്തിച്ച് വിവിധ ശൈലിയിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ 100-ാം വാർഷികം കൊണ്ടാടുന്ന ആദർശ വിശുദ്ധി എന്ന് കൊട്ടിഘോഷിക്കുന്ന അവസ്ഥ എന്താണ്, എങ്ങനെയാണത്? ഒന്ന്, ഈ സംഘടന തന്നെ ആവശ്യമില്ലെന്നായിരുന്നു അവരുടെ പ്രഥമഘട്ടത്തിലെ വാദം. അങ്ങനെ ഒരു പണ്ഡിതന്മാർ സംഘടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരിടത്ത് പണ്ഡിതന്മാർ സമ്മേളിച്ച എല്ലാ വിഭാഗവും, കക്ഷി ഭേദമന്യേ എല്ലാവരും, മർഹൂം ഇ.കെ. മൗലവി സാഹിബ് റഹിമഹുല്ല, അദ്ദേഹം പണ്ഡിതന്മാർക്കൊരു സംഘടന വേണമെന്ന് കണിശമായി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. ഉടനെ സദസ്സിൽ നിന്ന് ഒരാളുടെ ചോദ്യം: പണ്ഡിതന്മാർക്ക് സംഘടന വേണം എന്നതിന് ദലീൽ എന്താണ്? നിങ്ങൾ കുറേ നേരമായല്ലോ പണ്ഡിതന്മാർക്ക് സംഘടന വേണം, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നു. ഇതിന് വല്ല ദലീലുണ്ടോ എന്ന് ഉടനെ പരേതനായ ബഹുമുഖ പ്രതിഭയായ ഇ.കെ. മൗലവി സാഹിബ്, നോർത്ത് കേരളയിൽ വടക്കേ മലബാറിലുള്ള മഹൽ പണ്ഡിതനായിരുന്നു അദ്ദേഹം ഉടനെ ആയത്തോതി: വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിലൊരു ടീം, ഒരു സംഘം ഉണ്ടാകണം. എന്തിന്? യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് വിളിക്കാൻ, ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുവാൻ, നന്മ പറഞ്ഞു കൊടുക്കുവാൻ, തിന്മയിൽ നിന്ന് തടയാൻ, തിന്മയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ, താക്കീത് നൽകാൻ എന്ന്. ഉടനെ ആ സദസ്സിൽ നിന്ന് നേരത്തെ ചോദ്യം ചോദിച്ച ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു: ഞാൻ ചോദിച്ചത് ദലീലാണ്, നിങ്ങൾ ഓതിയത് ഖുർആനിലെ ആയത്താണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾക്ക് മനസ്സിലായ വിഷയം? ഞാൻ ചോദിച്ചത് ദലീലാണ്. ദലീൽ കാരണം എന്താ? തെളിവ്. ഞാൻ ചോദിച്ചത് ദലീലാണ്, നിങ്ങൾ ഓതിയത് ഖുർആനിലെ ഒരായത്താണ്. ഖുർആനിലെ ആയത്ത് ദലീലായിട്ട് പരിഗണിക്കുന്നില്ലെന്നർത്ഥം. അതാണ് നമ്മുടെ ഈ സംഘടന ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഉണ്ടായ ആദ്യത്തെ ചർച്ച. പിന്നീട് 1924 കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ആ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ആ വാല് അല്ലെങ്കിൽ ആ ഭാഗം, അതാണ് വളരെ പ്രധാനം. ഇത് എവിടേക്കെങ്കിലും ക്ഷണിക്കുന്നതല്ല. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ, നബിയും സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കുന്ന വിഭാഗം പണ്ഡിതന്മാരിൽപ്പെട്ടത് എന്ന്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പരിശോധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്നീ കാണുന്ന വളവളപ്പൊന്നും അന്നില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയും പള്ളിക്കൂടവും വിലക്കാണ്. പള്ളിക്കും പോകാൻ പാടില്ല. അതുപോലെ തന്നെ പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ സ്കൂള്, പാഠശാല, അത് വിലക്കാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, പന്നിയങ്കര ഒരു മനുഷ്യൻ സുലൈഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊന്നു. അതിന് കാരണം നമ്മുടെ ഇന്ന് ഈ ആദർശ വിശുദ്ധി പറയുന്നവരുണ്ടല്ലോ, അവരുടെ ഒരു മാസികയുണ്ട്, അൽ മുഅല്ലിം മാസിക. എൻ്റെ അടുക്കലുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി. ആ മാസികയിൽ അവർ അന്നത്തെ ആ സംഭവത്തിന് പറഞ്ഞത്: സുലൈഖത്തുന ഖദ് ബഅസത് ഖുതൂതൻ ഇലാ രബി വഹൽ ദാക ഇല്ലാ മിൻ ബറഇൽ കിതാബതി. സുലൈഖ രവിക്ക് കത്തെഴുതി, പ്രേമലേഖനം എഴുതിയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മുമ്പേ പറയുന്നത് പെണ്ണുങ്ങളെ പഠിപ്പിക്കേണ്ട. വീണത് വിദ്യയാക്കുന്ന സമർത്ഥന്മാർ പെണ്ണുങ്ങളെ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു സംഭവം അവർ തെളിവായിട്ട് ഉദ്ധരിക്കുകയാണ്. എന്താ അപ്പം അത്? അങ്ങനെ ഇനി പഠിച്ചില്ലെങ്കിലും ഈ വിഷയത്തിൽ
ഒന്നും സംഭവിക്കാറില്ലേ? പഠിക്കാത്ത മണ്ടന്മാരും മരമണ്ടത്തികളും ഈ വിഷയത്തിൽ വേലി ചാടാറില്ലേ? അതിന് ഉത്തരം നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി. അപ്പം ഇത് എഴുത്ത് പഠിച്ചതല്ല, പക്ഷെ എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് ഇവർ പറഞ്ഞിരുന്നു. അത് നമ്മൾ വിമർശിച്ചു. അപ്പോൾ നമുക്കെതിരിൽ അവർ പാടിയ പാട്ടാണ്. നമ്മളെ സുലൈഖ രവിക്ക് കത്തെഴുതി അത് എഴുതാൻ പഠിച്ചത് കൊണ്ടാണെന്ന്. അതേപോലെ തന്നെ അന്നത്തെ ഈ സുഹൃത്തുക്കൾ ഇന്നിപ്പം പള്ളിക്കൂടം പോയിട്ട് ഇതാ ഈ പുതിയ ഒരു തങ്ങൾ കുടുംബത്തിലൊരു കുട്ടി പറഞ്ഞു, അതൊക്കെ പോകാട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, നബിയുടെ ഭാര്യമാരൊക്കെ പോയിരുന്നു എന്ന രൂപത്തിൽ സംസാരിച്ചപ്പോൾ ഒന്നായിട്ട് കടുന്നൽ കൂട്ടിന് ഏറ് കിട്ടിയ മാതിരിയിലല്ലേ ഇളകി വശായത്. ഇപ്പോൾ അവരെന്ത് ചെയ്തു അറിയോ? നേരത്തെ പള്ളി വിലക്കിയിരുന്ന ആണും പെണ്ണും ഭാര്യയും ഭർത്താവും ഒരു വിഷയത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആണ് പള്ളി കയറിയിട്ട് സുഖസുന്ദരമായി നിസ്കരിക്കും. പെണ്ണ് വീട്ടിലെത്തിയിട്ട് കലാവ് കിട്ടുന്ന പറയില്ല, അങ്ങനെ പറയല്. എന്താ ആണ് കയറിയ ആ പള്ളിയിൽ പെണ്ണും ഒന്ന് ബാക്കിലിരുന്ന് നിസ്കരിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു. അന്ന് അതിനെ ഹറാം എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിയ ആളുകളുണ്ട്. ഞാൻ അവരുടെ ഒന്നും പേര് തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല പറയാൻ. അങ്ങനെ ഹറാമാണ്, നിഷിദ്ധമാണ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകല്. ജുമാക്കും ജമാഅത്തിനും വേറെയുള്ളതിനല്ല. ബാലിനൊക്കെ ആണെങ്കിൽ പോകാം, അത് അവർ സമ്മതിക്കുന്നു. ജാറം മൂടാനാണെങ്കിൽ പോകാം, അത് അവർ സമ്മതിക്കുന്നു. പള്ളിയിൽ നിസ്കരിക്കാൻ, ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ സ്ത്രീകൾ പോകാൻ പാടില്ലെന്നുള്ള ബഹളം വെച്ചവർ ഇപ്പം എന്തായി അറിയോ? പള്ളിയോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള മുറി, അതിൻ്റെ പേര് തന്നെ പള്ളി, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള മുറി എന്ന് വേറെ എഴുതി വെക്കുക. ആരെ പറ്റിക്കാനാണത്? അവിടെ വെച്ചിട്ട് യാത്രക്കാരികളായ എന്നുകൂടി ഒരു പ്രയോഗമുണ്ട്. യാത്രക്കാരികളായ സ്ത്രീകൾക്ക് ഇപ്പോൾ വന്നസും തിരിയില്ല. യാത്രക്കാരി പറഞ്ഞാൽ തന്നെ സ്ത്രീകൾ തന്നെയാണ്. പിന്നെ സ്ത്രീകൾക്ക് അത് പറഞ്ഞ് ഇപ്പോൾ മാറി. ഇപ്പോൾ സ്ത്രീകൾക്ക് യാത്രക്കാരായ സ്ത്രീകൾ എന്ന് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അങ്ങനെ നിസ്കരിക്കാൻ പോകാത്രേ. നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞത് പിന്നീട് അവർ പതുക്കെ മുജാഹിദീങ്ങൾ പറഞ്ഞതാണെങ്കിലും ഈ വേറെ ഏതെങ്കിലും കോലത്തിൽ അവർ സമ്മതിക്കും. അതേപോലെ തന്നെ അവരുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഖുർആൻ നമുക്ക് മനസ്സിലാവൂല എന്നാ പറയും. ഖുർആൻ നമുക്ക് മനസ്സിലാവൂല. ആകെ കാണാതെ പഠിക്കേണ്ട സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ അർത്ഥം പഠിക്കൽ ഫർള് പോയിട്ട് സുന്നത്ത് പോലും ഇല്ല എന്ന് എഴുതി വെച്ച പണ്ഡിതൻ മരിച്ചുപോയി. ഈ കെ ഹസൻ മുസ്ലിയാർ ആ വേദിയിലെ പ്രഗത്ഭനായ പ്രഭാഷകനാണ്. പക്ഷെ അദ്ദേഹം എഴുതി വെച്ചൊരു പുസ്തകമുണ്ട്, തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തിൽ ഖുർആൻ. ഇതൊക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. പുതിയ തലമുറ നമ്മൾ ഇങ്ങനെ തന്നെയാണ് തുടക്കം എന്ന് വിചാരിക്കരുത്. എത്രയോ പോരാട്ട വീര്യ സമര ചരിത്രം, ജിഹാദിൻ്റെ ചരിത്രം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒന്നാം ഘട്ടം അതാണ് സാന്ദർഭികമായി സൂചിപ്പിച്ചത്. ഖുർആൻ പരിഭാഷ പാടില്ല. ഇന്നിപ്പോൾ എത്രയറിയും? 6 ഡസൻ ഖുർആൻ പരിഭാഷ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ. നമ്മളതുണ്ട്, സമസ്തക്കാരതുണ്ട്, വേറെ വിഭാഗത്തിൻ്റെ ഉണ്ട്. അങ്ങനെ ഏകദേശം 75ഓളം ഖുർആൻ പരിഭാഷ ഹറാമായത് ഇപ്പോൾ എവിടെ എത്തിയറിയോ? ആ അവസ്ഥയിലേക്ക് എത്തി. വക്കം മക്തിത്തങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അന്ന് ഈ സംഘടന ഇല്ല. മക്തിത്തങ്ങൾ ഏകാഗിയായി ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം നടന്ന് പ്രബോധനം ചെയ്യുകയാണ്. അദ്ദേഹം തെക്കോട്ടുള്ള ഒരു യാത്രയിൽ ഒരിടത്ത് യാത്രാവേളയിൽ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കടയിൽ, പീടികയിൽ വിശ്രമിക്കാൻ വേണ്ടി കയറി. ആ കടയിൽ ഒരു ആട് കയറിയിട്ട് മുതിരയും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ സാധനം കടലയും പിന്നെ ചെറുപയറും ഒക്കെ ഉണ്ട്, കപ്പി തിന്നുന്നു. അപ്പോൾ തങ്ങൾ പീഡിയക്കാരനോട് പറഞ്ഞു, അത് ആ ആടതാ അതൊക്കെ തിന്നുന്നു, അതിനൊന്ന് ആട്ടിക്കൂടെ വെച്ചു. ആട്ടാൻ പറ്റൂല ഇക്ക, അത് മൊയ്തീനാടാണ്. മൊയ്തീനാട് ഏതാ? ഈ മൊയ്തീൻ ഷെയ്ഖ്. മൊയ്തീൻ ഷെയ്ഖ്, അതാണ് മൊയ്തീനാട്. അപ്പോൾ തങ്ങൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. തങ്ങൾ പറഞ്ഞ ആട് മൊയ്തീനും ആവില്ല, മൊയ്തീൻ ആടും ആവില്ല. അന്ന് അവിടെ വെച്ച് ക്ഷണിക്കാൻ ആളില്ല, ചോറ് കൊടുക്കാൻ ആളില്ല,
ഫീസ് കൊടുക്കാൻ ആളില്ല. പക്ഷെ തങ്ങൾ അന്ന് അവിടെ വെച്ച് അതേ സ്ഥലത്ത് വെച്ചിട്ട് ആട് മൊഹീദ്ദീനാവില്ല, മൊഹീദ്ദീൻ ആടാവില്ല എന്ന ഘോര ഗംഭീരമായ ഒരു പ്രഭാഷണം ആ നാട്ടിൽ നടത്തിയത് അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര പുസ്തകത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹം പ്രബോധനത്തിന് വേണ്ടി സർക്കാർ ഉദ്യോഗമുണ്ടായിട്ട് പോലും, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം, ഗുമസ്തനായിരുന്നു അദ്ദേഹം, എന്നിട്ടും അത് രാജിവെച്ച് മുസ്ലിമീങ്ങളുടെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് മുസ്ലിമീങ്ങളെ തൗഹീദിലേക്ക് കൊണ്ടുവരികയും ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് മുക്തി നേടിയെടുക്കുകയും ചെയ്യുക എന്ന മഹത്തായ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച മഹാനായ പണ്ഡിതനായിരുന്നു മക്തിത്തങ്ങൾ. അദ്ദേഹത്തിന് ഇംഗ്ലീഷും അറിയാം. അന്നത്തെ കാര്യപ്പെട്ട ഇബാദത്ത് ഏതാണെന്നറിയോ? റാത്തൂസ് മൗലൂസ്. ആ പുസ്തകത്തിൽ അങ്ങനെ പ്രയോഗം. റാത്തീബ് എന്ന് മൗലൂദുമാണ്. റാത്തീബ് പറഞ്ഞാൽ പല സൈസ് റാത്തീബ് ഉണ്ട്. കുത്ത് റാത്തീബ് ക്രിമിനലാണ്. അത് പുസ്തകത്തിൽ റാത്തൂസ് അതിൻ്റെ സാഹചര്യം പറയാം. പിന്നെ മൗലൂദ്, അത് മൗലൂസ് എന്നാണ് ആ പുസ്തകത്തിൽ കുറിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് കാരണം പറയാം. കാരണം മക്തി തങ്ങളുള്ള കാലം ഇംഗ്ലീഷ് അറിയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്കന്ന് അക്കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ എന്നല്ല ഭാഷാന്ന് ഇനി പറഞ്ഞിരുന്നത്. ഭാഷ എന്ന് പറഞ്ഞാൽ സെയ്ദ് മുഹമ്മദ് എന്ന മുസ്ലിം ചരിത്രകാരൻ പറയുന്നു, അദ്ദേഹം പാതിരാവിൽ മുസ്ലിയാന്മാർ ദ്വാരന്നിരുന്നൊരു പ്രാർത്ഥന അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥന? ശുദ്ധമായ മലയാളം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കല്ലാവീൻ. ഇതിന് പാതിരാവിൽ ഈ ആയിരക്കണക്കിന് സമ്മേളിച്ച മുസ്ലിമീങ്ങൾ ആമീൻ പറയണം. ഇന്നും അതിൻ്റെ തകരാറ് നമുക്കൊക്കെ ഉണ്ട്. അന്നത്തെ ആമീൻ പറച്ചിലുമുണ്ട്. മര്യാദയ്ക്ക് മലയാളം പറയാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം. ശുദ്ധമായ മലയാളം പറയുന്നത് അതുമല്ല, ആര്യൻ ഭാഷയാണ്, ആര്യൻ എഴുത്താണ്, അതങ്ങനെയൊന്നും പറയേണ്ടതില്ല എന്ന വാശിക്കാരായിരുന്നു അന്ന്. ഈ തങ്ങള് അദ്ദേഹത്തെ തുക്കിടി സാഹിബ് ക്ഷണിച്ചു. എന്താ തുക്കിടി സാഹിബ് പറഞ്ഞാൽ അറിയാവോ? കലക്ടർക്ക് അന്ന് പറയുന്ന പേരാണ് തുക്കിടി സാഹിബ്. അവിടെ ഈ ഒരു പ്രദേശത്ത് റാത്തീബ് നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു കൊലപാതകം നടന്നു, ഒരു മരണം നടന്നു. ഇത് റാത്തീബുകാർ ചെയ്തതാണെന്ന് കംപ്ലൈൻറ്റ് പോയി. പോലീസുകാർ വന്നു, തുക്കിടി സാഹിബ് വന്നു, അഥവാ കലക്ടർ വന്നു. ഇത് ഇയാൾക്ക് ഇംഗ്ലീഷേ അറിയുള്ളൂ. ആർക്ക്? തുക്കിടി സാഹിബിന്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലാണ് കേട്ടോ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ്. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് നമ്മുടെ പൂർവികർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. പക്ഷേ തങ്ങളതൊന്നും വകവെച്ചില്ല. ഇംഗ്ലീഷ് പഠിച്ചു, ജോലി നേടി, സർക്കാർ ജോലി. അന്ന് ഈ ആളുകൾ സർക്കാർ ജോലിയെക്കുറിച്ച് എന്താ പറഞ്ഞറിയോ? അത് ശുഭത്തിൻ്റെ പൈസയാണ്, അത് നമുക്ക് വാങ്ങാൻ പറ്റൂല, അതിൽ കള്ളിൻ്റെ പൈസ ഉണ്ടാവും, പലിശൻ്റെ പൈസ ഉണ്ടാവും, അതൊന്നും നമുക്ക് പറ്റൂല എന്ന്. ഇന്ന് അക്കൂട്ടർ സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി കഠിന ശ്രമത്തിലാണ്. നോക്കണേ പോയ പോക്ക്, കാലത്തിൻ്റെ ദയനീയമായ ഒരു അവസ്ഥ. അങ്ങനെ ഇദ്ദേഹത്തിനെ വിളിച്ചു, തങ്ങളെ വിളിച്ചു. കാരണം അയാൾക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയുള്ളൂ. എന്താണ് ഇവിടെ ഒരു റാത്തൂസോ മൗലൂസോ എന്തോന്നും നടന്നിട്ടുണ്ടല്ലോ? തങ്ങളോട് തുക്കിടി സാഹിബ് ചോദിച്ചതാണ്. ഇവിടെ ഒരു കൊലപാതകം നടന്നല്ലോ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, റാത്തൂസ് മൗലൂസ് അതിൽ കൊലപാതകമൊന്നും നടക്കൂല, അതൊരു കള്ളക്കളിയാണ്. എന്നിട്ട് ഇവിടെ മരിച്ചല്ലോ ഒരാൾ കുത്തേറ്റിട്ട്. അപ്പോൾ ഞാൻ ആ റാത്തീബുകാരെ അങ്ങോട്ട് കൊണ്ടുവരാം. തങ്ങൾ പറഞ്ഞു, റാത്തീബ് ഉഷാറായിട്ട് തുടങ്ങാൻ പറഞ്ഞു. അങ്ങോട്ട് തുടങ്ങി. റാത്തീബ് ഒരു നല്ല കലാപ്രകടനമാണ്, അതിൽ കൊലപാതകം ഉണ്ടാവില്ലെന്ന് ഈ തുക്കിടി സാഹിബിനെ ബോധ്യപ്പെടുത്തി തങ്ങൾ. പിന്നെ ഇതിൻ്റെ കാരണം വേറെ അന്വേഷിക്കണം എന്നുകൂടി. ഇവിടെ ഒരു കൊലപാതകം നടന്നല്ലോ, അത് വേറെ അന്വേഷിക്കണം, റാത്തീബിൽ നിന്നല്ല, അഥവാ റാത്തൂസിൽ നിന്നല്ല, മൗലൂസിൽ നിന്നല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു മക്തിത്തങ്ങൾക്ക്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സംഘടന പണ്ഡിതന്മാർക്കുണ്ടാകണം. ധൈര്യമായി ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും സന്ദേശം മാനവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനും തെളിവ് ചോദിച്ചവർ, ഖുർആൻ മനസ്സിലാവില്ലെന്ന് പറഞ്ഞവർ എല്ലാറ്റിൽ നിന്നും മാറി മദ്രസനെ പറ്റി ഇവരുടെ വിശ്വാസം എന്താ അറിയോ? മദ്രസ മീമ് കൊണ്ടാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ട്? മീമ്. ഒരു കാലത്തും ലാ തജ്അലുൽ ബനീന മദ്രസബയിലെ തഅല്ലമൂന. മദ്രസയ്ക്ക് കുട്ടികളെ പറഞ്ഞയക്കരുതെന്ന് എന്നാണ് ഈവന്മാർ ഈ ആദർശ വിശുദ്ധി എന്നിപ്പോൾ ഗംഭീരമായി മുഴക്കുന്നവർ പറഞ്ഞിരുന്നത്. മദ്രസയ്ക്ക് പോകരുത്. ഇന്നിപ്പോൾ അവർക്ക് എത്ര 10,000 മദ്രസ പറഞ്ഞതൊക്കെ പതുക്കെ ഇങ്ങനെ മാറി. 10,000 മദ്രസ. എന്താ ഈ മദ്രസക്കുള്ള കുഴപ്പമെന്ന് അവർ പറഞ്ഞത്? ഈ മീമ്, മദ്രസന്റെ മീമില്ലേ, അത് ജഹന്നമിൻ്റെ ഒടുവിലുള്ള മീമ. ജഹന്നം നരകം,
അതിൻ്റെ ഒടുവിൽ ജഹന്നമിൻ്റെ അവസാനത്തെ അക്ഷരം മീമാണ്. ആ മീമ കൊണ്ടാണ് ഈ മദ്രസ തുടങ്ങിയത് നരകത്തിക്കാണ്. അങ്ങനെ മദ്രസക്കെതിര്, സ്കൂളിനെതിര്, സ്ത്രീ പള്ളിപ്രവേശത്തിനെതിര്, എന്ത് ഖുർആൻ മനസ്സിലാക്കുന്നതിനെതിര് മനസ്സിലാവൂല എന്ന് പറഞ്ഞു. ഹദീസിൻ്റെ കാര്യം പിന്നെ ജഡ്ജി ഇങ്ങനെയാണെങ്കിൽ പിന്നെ ജഡ്ജൻ എങ്ങനെയായിരിക്കും ചോദിച്ചത്. ഖുർആൻ തന്നെ പഠിക്കാൻ സമ്മതിക്കാത്തവർ ഹദീസ് പഠിക്കാൻ സമ്മതിക്കുമോ? ഇല്ല. പിന്നെ ഏതൊക്കെയോ മാലകളും മൗലൂദുകളും റാത്തീബുകളും. ദയനീയമാണ് ആ ചിത്രം, ദയനീയമാണ്. ഒരു മനുഷ്യന് 6 രീതിയിലുള്ള ജീവിത വ്യവസ്ഥകളുണ്ട്. ഏതാണത്? ഒന്ന് ദുനിയാവിലെ ഈ ജീവിതം തന്നെ, മറ്റൊന്ന് മരണം, 3 മരണാനന്തരം ബർസഖി ഘട്ടം, പിന്നെ ഖിയാമത്ത് നാള്. അതിന് പുറമെ നമ്മളെല്ലാവരും ഒരേ മൈതാനത്ത് സമ്മേളിക്കുന്ന മഹ്ശർ ഘട്ടം, മഹ്ശർ. അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകാനൊരു വഴി, സിറാത്ത്. ഇങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങൾ. അത് സങ്കീർണമാണ്, പ്രയാസമാണ്. അത് പടച്ചവനോട് നേരത്തെ തന്നെ സുഖകരമായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ അന്നത്തെ ആൾക്കാരെന്താ പറഞ്ഞറിയോ? എന്താ പറഞ്ഞത്? ഓരോ ഘട്ടത്തിൽ ഒന്ന് ദുനിയാവിലെ ജീവിതം, അതിന് അവർ പറഞ്ഞ് പഠിപ്പിച്ചത് ഇതാ പാട്ടാണ്, മൗലൂദാണ്, റാത്തീബ് മൊയ്തീന്മാരെപ്പെട്ടതാണ്. പാടുന്നതിന് വിരോധമല്ലല്ലോ. ഞാൻ വിയ്യൻകുട്ടിയും വിളയിൽ വത്സലയും അല്ലെങ്കിലും ഒരു മായിൻകുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഒന്നാമത്തെ വരി കേട്ടോളൂ. ദുനിയാവിലെ ജീവിതം. മുത്താൽ പാടച്ചേ ദുനിയാവിൽ നിൽക്കുന്നാള് മൂപ്പര് മുഹീദ്ദീൻ കാവേലിലേകല്ലാ. ദുനിയാവിലെ ജീവിതത്തിൽ ആരും വേണ്ട, സൂപ്പർ ദൈവങ്ങളെയാണ് ഇവർ പ്രതിഷ്ഠിക്കുന്നത്. പടച്ചോനെയല്ല. പടച്ചോൻ പീടികയിൽ ആ മാനേജർ, അല്ല പൊതിക്കാരൻ, പീടികയിൽ സാമാനം പൊതിഞ്ഞു കൊടുക്കണ്, ഇയാൾ മാനേജർ. എന്നിട്ട് ആരെങ്കിലും വന്ന് 1 കിലോ അരി, ആ 1 കിലോ അരി കൊടുത്താ എന്ന് പറയുന്ന ഈ പീഡിയയിലെ ബോയിൻ്റെ അവസ്ഥയും മാനേജറുടെ അവസ്ഥയും പടച്ചോനും മൊയ്തീൻ ഷെയ്ഖിൻ്റെ കാവൽ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാനെ ഇടയാളനാക്കുന്ന അത്തനെ തല കുത്തനെ എന്ന ദയനീയമായൊരു സ്ഥിതി നോക്കുങ്ങൾ. രണ്ടാമത്തത് മരണമാണ്. രണ്ടാമത്തെ ഒരു പ്രതിസന്ധി ഘട്ടം തന്നെയാണ് മരണം. അപ്പോഴോ അത് പറയുന്നത് കേൾക്കൂ. കാലം ഇസ്രായേൽ മൗത്ത് വാങ്ങുന്നാളിൽ കരുത്തറ് മുഹീദ്ദീൻ കാവേലിലേകല്ലാ. മൗത്തിൻ്റെ സമയത്തും നമ്മളോട് പറഞ്ഞത് ലഖീനു മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വേണ്ടത് ഇവർക്ക് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കാവൽ. നേരത്തെ വേറൊരു പരിപാടി ഉണ്ടായിന് കേട്ടോ, അതും ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. ബുർദ ചൊല്ലും, ബൂസിരിൻ്റെ ബുർദ. ആമിന്തതക്കുറിജിയെ തൻ്റെ കാമുകിയുടെ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മരിക്കാൻ നേരത്ത് എരിപരി കൊള്ളുന്ന മനുഷ്യൻ്റെ മുമ്പിൽ വെച്ച് ഈ ക്രൂരമായ ബൂസരിമാമിൻ്റെ ബുർദ, ആ ശൃംഗാര രസം തുളുമ്പുന്ന ബുർദയാണോ ചെല്ലേണ്ടത്? പക്ഷെ അങ്ങനെയായിരുന്നു ഇവിടെ, അങ്ങനെയായിരുന്നു. അതൊക്കെ ഇപ്പം മാറി, ഇപ്പം കാണുന്നില്ലല്ലോ. നിങ്ങൾ വെറുതെ പറയല്ലേ എന്ന്. ഇതൊക്കെ മാറിയതേ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മുജാഹിദ് എന്ന പേര് സ്വീകരിച്ച്. അടുത്തത് ബർസഖി ഘട്ടമാണ്. ബർസഖി പറഞ്ഞാൽ മരിച്ചതിന് ശേഷം ബഅസിന് മുമ്പായി നമ്മുടെ ഖബറിലെ ജീവിതം, അതിനാണ് ബർസഖി ഘട്ടം. ആ ഘട്ടത്തിലും ആഹാര കാവല ആണ് പറയുന്നതെന്നറിയോ? അത് നോക്ക്. പേടി പേരുത്ത കബറകം പോകും നാൾ പേര് പെറ്റ മൊഹീദ്ദീൻ കാവലിലേകല്ലാ. നഅൂദുബില്ല. എത്ര അപകടം പിടിച്ചൊരു പാട്ട്. അവിടുത്തെ ആ പേടി പിടിക്കും മുൻകറും നക്കീറൊക്കെ റബ്ബുക്കാറിനിട്ട് വേറൊരു പണിയുണ്ട്, അവർ ഒപ്പിക്കും. അതെന്താ അറിയാം? തെൽക്കീൻ ഇലാജാക്കൽ മലക്കാനിൽ അലീമാനിൽ കബീറാനിൽ മുസ്വദ്ദാനി വൈദാ സഅലാക മർ റബ്ബുക വമൻ നബിയുക വമാ ഇമാമുക തുടങ്ങി. അതാ അവർ ആ പരുക്കന്മാരായ ഉണ്ടക്കണ്ണന്മാരായ മലക്കുകൾ വന്ന് എന്നോട് ചോദിക്കുമ്പോൾ എന്താ ചോദ്യം? മറബുക്ക. ചോദ്യത്തിന് ചണ്ടി നീക്കുമ്പോൾ ഉളി പോകരുത് കേട്ടോ. നമ്മൾ ചണ്ടിയാണ് കളയേണ്ടത്. ചോദ്യമുണ്ട്, ഖബറിൽ ഹിസാബുണ്ട്, ഉറപ്പാണ്. 2 സാക്ഷി ഹദീസ്. അതിന് അതിലും വലിയ ആൾക്കാർ ഹദീസ് നിഷേധികൾ അങ്ങനെ ചോദിക്കല്. ആ ജാതി നിഷേധിക്കാനാവാത്ത ഹദീസ് ഈ വിഷയത്തിലുണ്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്യാറ്? എളുപ്പപ്പണി. മൊല്ലാക്ക അവിടെ നിന്നാണ് പറഞ്ഞു കൊടുക്കുക. ആരാ നിന്റെ റബ്ബ്, ആരാ നിന്റെ ഇമാമ്, ആരാ നിന്റെ നബി ഒക്കെ ചോദിക്കുമ്പം ഉത്തരം എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന്. ഇതിപ്പോൾ നമ്മൾ എഴുതുന്നുണ്ടല്ലോ യൂണിവേഴ്സിറ്റി പരീക്ഷ,
ആ പണി ഇവിടുത്തെ അധ്യാപകർ നടത്തിയാൽ പിറ്റത്തെ പരീക്ഷയ്ക്ക് മൂപ്പർക്ക് ജോലി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഫ്രീ ആയിട്ട് കഞ്ഞിയും ഇടിയും കിട്ടും. അപ്പം ഇത് പിന്നെ ബർസഖി ഘട്ടത്തിലും ആ മൊയ്തീൻ ഷെയ്ഖിൻ്റെ കാവൽ തന്നെ. ഇനി അടുത്തത് ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നടക്കും എന്ന് പറയുന്നുണ്ടല്ലോ. ഇതാ വഖഅത്തിൽ വാഖിയ എന്ന് പറയുന്ന ആ ഖിയാമത്ത്, ആകാശവും ഭൂമിയും പർവ്വതങ്ങളും എല്ലാം പൊട്ടി തകർന്ന് തരിപ്പണമായി സമുദ്രം കത്തിപ്പൊന്തുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോഴും ഇവർക്ക് പേടിയൊന്നുമില്ല. കാരണം അവർ പറയുന്നത് എങ്ങനെയാ അറിയാം, ആ സമയത്ത് ആരെ കാവൽ കിട്ടണമെന്ന്? സുർവേളി കെട്ടിയിട്ട് ഒക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മുഹീദ്ദീൻ കാവലിലേക്കെല്ലാം. ഞാനൊരു കാര്യം പറഞ്ഞു, ഇവിടെ അബ്ദുറഹ്മാൻ ഫാറൂഖിയാണ് മാല മൗലൂദിൻ്റെ സ്പെഷ്യലിസ്റ്റ്. ഞാൻ അതിൽ കയറി കണ്ടം മാറി കൊത്തുകയാണോ എന്ന് സംശയം, എന്നോട് ക്ഷമിക്കണം, ഞാൻ അധികമൊന്നും പാടൂല. അപ്പോൾ ഖിയാമത്ത് നാളിലും ഇത് തന്നെ. അപ്പോൾ ഈ ഖിയാമത്ത് നാളിൽ ഈ ഭീകരമായ ദിവസത്തിൽ യൗമുൻ അസീർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ദിവസം ആരുടെ കാവൽ കിട്ടണം എന്നാ പറയുന്നത്? മൊയ്തീൻ ഷെയ്ഖിൻ്റെ. എന്നാലോ ഇനി ആ മഹ്ശറിൽ അന്ന് 7 കൂട്ടർക്ക് തണൽ കിട്ടും, മരശിൻ്റെ തണൽ കിട്ടും എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ ആ കൊടിയ താപത്തിൽ വിയർപ്പിൽ ഞെങ്ങി പ്രയാസപ്പെടുന്ന ആ ഘട്ടത്തിൽ ആരാ കാവല കിട്ടണ്ടെന്നാ ഇവർ പറയുന്നത്? എൾമുഖമിട്ട് അടുപ്പിച്ചൂതിക്കുന്നാൾ എങ്ങള് മുഹീദ്ദീൻ കാവലിലേക്കെല്ലാം. ചൂട് പെരുത്ത തറമൽ ഞാൻ നിൽക്കുന്നാൾ ചൊക്കർ മുഹീദ്ദീൻ കാവലിലേക്കെല്ലാം. വല്ലാത്തൊരു സ്ഥിതിവിശേഷം തന്നെ. എന്നെ തലണ്ട അമ്മാവാ, ഞാൻ നന്നാവൂല. നമ്മൾ പറഞ്ഞ മദ്രസ, സ്ത്രീ പള്ളി പ്രവേശം, പള്ളിക്കൂടം, അതൊക്കെ ഒരു സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ഞങ്ങൾക്കാണെന്ന് പറയുകയും നവോത്ഥാനത്തിൻ്റെ നായകന്മാരായി സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു കഥാപാത്രമുണ്ട്, അറിയാവോ? എട്ടുകാലി മമ്മൂഞ്ഞ്. പുള്ളിയുടെ സിഫത്ത് എന്താണെന്നറിയോ? ഈ എട്ടുകാലി മമ്മൂജിന് കല്യാണം കഴിച്ചിട്ട് കാര്യമല്ല, അത്രയും ഞാൻ പറയുന്നുള്ളൂ. കല്യാണം കഴിച്ചിട്ട് കാര്യമല്ല, വിവാഹം ചെയ്തിട്ട് കാര്യമല്ല. വന്ധ്യനാണ്. അങ്ങനെ ഒരു പദപ്രയോഗം നടത്താം, വന്ധ്യനാണ്. എന്നാ മൂപ്പർക്ക് വേറൊരു പണിയുണ്ട്. ഏതൊരു പെണ്ണ് എവിടെ പ്രസവിച്ചോ അത് ഞമ്മൻ്റെതാണ് പറയും. അതാണ് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ പ്രത്യേകത. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രം ഇപ്പം ഞമ്മൻ്റെതാന്നാ പറയുന്നത്. വിദ്യാഭ്യാസ ഒക്കെ ഉഷാറ്. പക്ഷെ എവിടെയായിരുന്നു ഇതുവരെ? അതാ അറിയേണ്ടത്. അത് ഒരു തുടങ്ങിയ എന്താണെന്നറിയാം സംഗതി. അതിൻ്റെ രഹസ്യം, മുജാഹിദീങ്ങളുടെ കോളേജ് ഇങ്ങോട്ട് തുടങ്ങിയപ്പോൾ അവർ വരാൻ തുടങ്ങി, സർക്കാർ ജോലിയും കിട്ടി. അത് ഇവർക്ക് ബേജാറായി. തങ്ങളുടെ ഏർപ്പാട് ഇവിടെ മുട്ടിപ്പോകുമല്ലോ, അന്നം മുട്ടും. നമ്മളോടുള്ള വിരോധത്തിൻ്റെ യഥാർത്ഥ കാരണം അന്നം മുട്ടുമെന്നുള്ള പേടിയാണ്, വേറൊന്നുമല്ല. കാരണം തിന്നാൻ കിട്ടുന്നതും കീശയിലിടാൻ കിട്ടുന്നതും ഒക്കെ ഈ ഏർപ്പാട് കൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ തെൽക്കീനായാലും അന്നത്തെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്, രാപ്തവാക്യമുണ്ട്. മയ്യത്ത് നരകത്തിക്കായാലും വേണ്ടില്ല, സ്വർഗത്തിക്കായാലും വേണ്ടില്ല, തെൽക്കീൻ ചൊല്ലിയ കൂലിയും കിടക്കുക. അതുപോലെ തന്നെയാണ് ഏർപ്പാട്. കൂലിയും അതുപോലെ തന്നെ ചോറും അത് മുടങ്ങി. അപ്പം ആരായാലും ശരി, നിങ്ങൾ ഒരു നായക്ക് എല്ല് കൊടുത്തിട്ട് അതിനെ ആട്ടിയാണ് വിട്ടാൽ പോവില്ല. അത്ര ചിലപ്പോൾ അടുത്താണെങ്കിൽ നമ്മളെ മൂർത്താവ് നായ കയറും. ഇതാണ് സംഭവം. അതുകൊണ്ട് നമ്മളൊന്നും അതിൽ പരുവം കരുതേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോൾ മഹ്ശറിൻ്റെ കഥ. ഈ സിറാത്തിൻ്റെതോ? നരകം മാതേളും കൊരോധം മികച്ച നാൾ നലവർ മുഹീദ്ദീൻ കാവലിലേക്കെല്ലാം. മീസാനെ പറ്റി തൂക്കം പേടിച്ച് കാണക്കെല്ലാം നോക്കുന്നാൾ തലവർ മുഹീദ്ദീൻ കാവലിലേക്കെല്ലാം. മൊയ്തീൻ ഷെയ്ഖ് സൂപ്പർ ദൈവം. ഇത് തന്നെ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട കേട്ടോ. 900 തെരീക്കത്താണ് അന്നുണ്ടായിന്. റിഫായി തെരീക്കത്ത്, ഖാദിരിയ തെരീക്കത്താണ് നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയിരുന്നത്. ഇപ്പോൾ ആ തെരീക്കത്തുകാരും സൂഫികളും ഒക്കെ പതുക്കെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ ഈ ഞണ്ടും ചെമ്മീനും ഒക്കെ ചമ്മലിൽ ആ
ഒളിക്കുന്ന മാതിരി ഒളിക്കുക. എന്നാലും ചിലരൊക്കെ തല പൊന്തിക്കും. ആലുവ തെരീക്കത്തും അതുപോലത്തെ തെരീക്കത്തൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പഴയതുപോലെ പണ്ടനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ മാതിരി പഴയതുപോലെ യേശുന്നില്ല. തെരീക്കത്ത് ഒരു പുതിയതാണ്. അത് മുഹമ്മദ് നബി പഠിപ്പിച്ചതല്ല. വലാത്തത്തബിഴ്സുബുൽ, ഇതര മാർഗങ്ങൾ തേടി പോകേണ്ടതില്ല. അള്ളാഹു അവന്റെ റസൂലിന് പഠിപ്പിച്ചത്, റസൂലുള്ള സ്വഹാബത്തിന് പഠിപ്പിച്ചത്, അതാണ് നമ്മുടെ പാരമ്പര്യം. എടേ കയറി വന്ന ഈ ജാതി പാരമ്പര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറയാനും ഉണർത്താനും ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇത് നിങ്ങൾ കേട്ടുടോ, ഇത് പുതിയ മൊഹീദ്ദീൻമാല. ഇത് നിഷേധിക്കലുണ്ട് ചിലപ്പോൾ. ഞാൻ അതുകൊണ്ട് അത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൊണ്ടുവന്നത്. ഇത് പുതിയ മൊഹീദ്ദീൻമാല. ഇത് പൊന്നാനിക്കാരൻ മൊയ്തീൻകുട്ടി മുസ്ലിയാരാൽ രചിക്കപ്പെട്ടതാണ്. ഇവര് ഒരു മുലിയാർ പറഞ്ഞാൽ അത് നമ്മളെ അണ്ണാച്ചി എഴുതിയതാണ്. ഇത് അണ്ണാച്ചിയല്ല, പൊന്നാനിയാണ്, തമിഴ്നാട്ടില അല്ലേ. അതൊക്കെ എന്താ അറിയോ, അതിലുള്ളത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഏതാനും വരികൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒന്ന്, ഖബറിലെ ചോദ്യത്തിന് വരുന്ന മലക്കുൽ മൗത്ത്, അതുപോലെ റൂഹ് പഠിക്കുന്ന ആൾക്കാർ, അവരുമായിട്ടുള്ള സംഘടന, മലക്കുകളോട് മൊയ്തീൻ ഷെയ്ഖിൻ്റെ സംഘടന. ഒലിയെ ഒരു ഹാദ്യം, പാട്ട് അർത്ഥം അറിയാത്ത ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് അർത്ഥം പറയണമെന്ന് പറയണേ. ഒലിയെ ഒരു ഹാദ്യം മൗത്തായ സംഗീതം അവരെ സൗജത്ത് എന്ന് പറഞ്ഞാരെ. സൗജത്ത് പറഞ്ഞാൽ ഭാര്യ, നിങ്ങൾക്ക് പിന്നെ പറയേണ്ടതില്ല. അപ്പോൾ ഒരു മൊയ്തീൻ ഷെയ്ഖിൻ്റെ മുരീദായ ഒരാൾ ഒരു പെണ്ണിൻ്റെ മാപ്പിള മരിച്ചുപോയി. എന്നിട്ട് ആ മുരീദത്ത് അഥവാ പെണ്ണ് മൊയ്തീൻ ഷെയ്ഖിനെ സമീപിച്ചിട്ട് പറയാണ്, എൻ്റെ ഇതാ നിങ്ങളെ മുരീദാണ്, അയാൾ മരിച്ചാൽ ഞാൻ വിധവയാവും, എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞു. അതിന് മൊയ്തീൻ ഷെയ്ഖ് എന്ത് ചെയ്തു അറിയോ? നേരെ പോയതാ, എൻ്റെ ഖാദിമിൻ്റെ റൂഹന്നിൽ താരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ. മലക്കുൽ മൗത്ത് അവിടെ പോയിട്ട് എൻ്റെ മുരീദിൻ്റെ റൂഹ് പിടിച്ചില്ലേ, അങ്ങോട്ട് തരണം കേട്ടോ. അപ്പോൾ മലക്കൾ എന്താ പറഞ്ഞത്? മലക്കൾ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അതല്ലേ, അവർക്ക് ധിക്കരിക്കാൻ വയ്യല്ല. അവർ നേരെ ചൊവ്വേ കാര്യം പറഞ്ഞു. തനിയോൻ്റെ അരുളാൽ പുടിത്തതയെങ്ങീന താരും ഞാനെന്ന് മലക്കിന വിൻഡോവർ. പഴയ മലയാളമാണ് കേട്ടോ, ഞാൻ ഉള്ളതുപോലെ വായിച്ചതാണ്. മലക്ക് അത് എങ്ങനെ താരും തരും എന്നുള്ളതാണ്, താരും. അപ്പം ഇത് പടച്ചോൻ പറഞ്ഞിട്ടാണ് ഞാൻ പിടിച്ചു, ഇത് തിരിച്ചു തരാൻ പറ്റൂല. അപ്പോൾ നവിൽ കേട്ട് കയ്യിൽ അമർ പൂടിത്തുള്ളേ ജംബീല ബേഗം പൂടിത്ത് പറന്നോവർ. ആഹാ, മൊയ്തീൻ ഷെയ്ഖ് എന്ത് ചെയ്തു? അന്ന് പിടിച്ച റൂഹിൻ്റെ കൊട്ടല്ലേ, ജംബീല പറഞ്ഞ കൊട്ട. ആ കൊട്ടക്കൊരു തട്ട് നമ്മളെ ഫുട്ബോൾ കളിക്കാർ തട്ടുന്ന മാതിരി ഒറ്റ തട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. ഉള്ള പണി മുഴുവൻ വൈകുന്നേരം പണിയെടുത്തിട്ട് വൈകുന്നേരം ആ തൂക്കുടക്കുക. എടുത്ത പണി മുഴുവനും ബാത്തിലായി. എന്തൊരു പണി അത്! വാങ്ങിയ റൂഹ് മുഴുവനും പുറത്തേക്ക് തവള ചാടുന്ന മാതിരി ചാടിയില്ലേ. തുറന്നിട്ടാതി തന്നിൽ ഉള്ളേ ഉയിരുകളെ തുള്ളി പറപ്പിച്ച് പാറ്റി വിടുത്തോവർ. ഒക്കെ എല്ലാറ്റിനും കയറൂരി വിട്ട് എല്ലാറ്റിനും. എന്നിട്ടോ ഇത് സങ്കടം, മലക്കുൽ മൗത്ത്, ഇതൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഞാനിത് കൂടുതൽ പാടുന്നില്ല, അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഇവിടെ ഉണ്ട്. പിന്നെ എന്നിട്ട് ഈ മലക്കുകൾ അള്ളാൻ്റെ അടുക്കൽ അർശങ്ക പോയിട്ട് പറഞ്ഞു, ഇത് ഇന്നെടുത്ത പണി മുഴുവൻ അത്തയ്യാത്തിലൊന്നും ഉറഞ്ഞ മാതിരിയില്ല അതിന് കയറി. ആ എന്താ അങ്ങനെ? ഒന്നുമില്ല, ഒരാൾ വന്നുകാണ്ട് ഞങ്ങൾ പിടിച്ച കൊട്ടക്ക് ഒറ്റ തട്ട്, മരിച്ചോലൊക്കെ തിരിച്ചുപോയി. അല്ലാ, അതെന്ത്? ആരാ? മൊയ്തീൻ ഷെയ്ഖ് അങ്ങനെ പറയണത് കേട്ടിട്ടുള്ളത്. ഒരു ആളെ റൂഹല്ലേ ചോദിച്ചു, ഞങ്ങൾക്ക് അവിടെ കൊടുത്തൂടെ, എന്നാൽ ബാക്കിയുള്ള കിട്ടൂനേ നോക്കണേ. ആര് പറഞ്ഞു എന്ന്? അള്ളാഹ് പറഞ്ഞു. റഹ്മാനായ റബ്ബേ, അള്ളാഹുവിന് എന്താക്കിയത്? ഇനി വേറെ വേണ്ട. ഇതാ ഇത് ഓരോ സൈസ് ഉണ്ട്, ഇതൊക്കെ ഇതിലും വലിയതൊക്കെ മാളത്തിലുണ്ട് പറഞ്ഞു. ഇതാ ഇത് പക്ഷിപ്പാട്ട്, കൊർത്തിപ്പാട്ട്, അതുപോലെ കുപ്പിപ്പാട്ട്, കപ്പപ്പാട്ട്, എന്നാൽ ഞാൻ ഫാറൂഖി കൊടുക്കാം. ഇത് പക്ഷിപ്പാട്ട്, ഇത് പക്ഷിപ്പാട്ട് ഇപ്പോൾ വാങ്ങാൻ കിട്ടും കേട്ടോ. കുപ്പിപ്പാട്ടിൻ്റെ ഇത് എന്താ വെച്ചാലും അതിൽ അള്ളാഹുവിനെയും
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ബിലാലിനെയും ഫാത്തിമ ബീവിയെയും തേവടിശിയുടെ സ്ഥാനത്തേക്ക് തരം താഴ്ത്തി പടച്ചോനെ മുക്കാപുത്തന് വകയില്ലാതെയാക്കുന്ന ഒരു ദയനീയമായ സ്ഥിതി. അതൊക്കെയാണ് നമ്മൾ പാടിയും പറഞ്ഞും സെയ്ദ് മൗലവിയെ പോലെയുള്ള റഹിമഹുല്ലാ മഹാന്മാർ ഈ അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിനെ എത്തിച്ച്. ഇന്നിപ്പോൾ അതൊന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർ അതൊന്നിപ്പോൾ ഞങ്ങൾ പാടില്ല, അതൊന്നിപ്പോൾ ഞങ്ങളോട് പറയണ്ട എന്നേ പറയുകയുള്ളൂ. അവിടേക്ക് എത്തിച്ച് അതാണ് സ്ഥിതിവിശേഷം. ഇനി നോക്കണം, ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 26 ഇവർ വന്ന് ഓൽക്കിപ്പോൾ വരാൻ പോവുകയാണ്. ആയിക്കോട്ടെ, നടത്താം, അതിനൊന്നും നമുക്കൊരു വിരോധമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞ പലതും അംഗീകരിക്കുകയും എന്നിട്ട് ഇതിൻ്റെ മർമ്മം അത് അവഗണിക്കുകയും ചെയ്തു. മർമ്മം എന്ന് പറഞ്ഞാൽ ഏതാ? തൗഹീദ്, സുന്നത്ത്, ബിദ്അത്തിനെതിരിലുള്ള നിലപാട്, അത് മറക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. നോക്ക്, നിങ്ങളിപ്പോൾ ഖുർആൻ ഇവര് മാലകളുടെ സമാഹാരമാണ് സെബീന. സെബീന പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പാത്രം മോറാനുള്ളൊരു സാബൂനാണ്. അല്ലട്ടോ, മാല മൗലൂദുകളുടെ സമാഹാരം സെബീന. എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന് പറയാൻ കഴിയില്ല, അത്രമാത്രം. ഈ പക്ഷിപ്പാട്ടിൻ്റെയും കൊർത്തിപ്പാട്ടിൻ്റെയും ഒക്കെ കഥ കോർത്തി കയ്യോക്കാൻ ജിബിരിലിനെ പോലും പിടിച്ചത്. ജിബിരിയിൽ കൊർത്തിൻ്റെ കോലത്തിൽ വന്നിട്ട് പിന്നെ കയ്യോക്കുക. എന്താ അതിനുള്ള കുഴപ്പം? ഒന്ന് റസൂലുള്ള പറഞ്ഞു, മന്നത അറാഫൻ. അറാഫ് പറഞ്ഞാരാ? പണിക്കര്, ജ്യോത്സ്യൻ, ഇങ്ങനെ കബഡി നിരത്തുന്ന. അത് ആരായാലും ശരി, എല്ലാവരും 13 15 തന്നെ. ഒരു കൂട്ടരുത് 18 അല്ലെങ്കിൽ വേറൊരു കൂട്ടരുടെ ഇത് 12 ഇല്ല. അറാഫ് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ആ ഒരു അവസ്ഥയിൽ അവരെ സമീപിക്കാൻ പാടില്ല. അവർ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ചാൽ 4 ദിവസത്തെ 40 ദിവസത്തെ 40 ദിവസത്തെ നമസ്കാരം കബൂലാക്കൂല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാന്റെ മകൾ ഫാത്തിമ ബീവിയെയാണ് ഈ വിഷയത്തിന് ദുരുപയോഗപ്പെടുത്തുന്നത്. അതോടൊപ്പം മലക്കുകളുടെ റയീസായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് ഈ കുപ്പിപ്പാട്ടിന് തിരഞ്ഞെടുക്കുന്നത്. എന്താ വിഷയം അറിയോ? ഒരു ദിവസം അലിയാർ പള്ളി ഇങ്ങോട്ട് വന്നു വീട്ടിക്ക്. ഞാൻ പാടി പറയാൻ നേരല്ല. വീട്ടിലേക്ക് വന്നപ്പോൾ അവിടുത്തെ അലിയാരുടെ ഒരു പ്രസിദ്ധമായ വാളുണ്ട്. എന്താ വാളിൻ്റെ പേര്? ദുൽഫുഖാർ. ദുൽഫുഖാർ വാള്. അത് കെട്ടി തൂക്കുക, അത് വർത്താനം പറയും. അങ്ങനെ പറഞ്ഞപ്പോൾ അലിയാർക്ക് തോന്നി, എടാടാടാടാ എന്താ അത് സംശയം. ആ സംശയം തീർക്കാൻ വേണ്ടി ആണ് ഈ കുപ്പിപ്പാട്ട് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയുള്ള പല സ്വഹാബികളെയൊക്കെ കൊള്ളരുതാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു മുഅദ്ദിനു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മുഅദ്ദിൻ ബിലാലിനെ പോലും കൊച്ചാക്കി, ഫാത്തിമ ബീവിനെ കൊച്ചാക്കി, അലിയാരെ കൊച്ചാക്കി, മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ കോലത്തിൽ, ജിബ്രീലിൻ്റെ കൊർത്തിൻ്റെ കോലത്തിൽ. കൊർത്തി പറഞ്ഞാൽ ഒക്കെ ഇതിൽ പാട്ടിലുണ്ട്, നന്നായി പറയുന്നു ഈ കോർത്തിക്കോലം കെട്ടുന്നതൊക്കെ. ഞാൻ ഈ സദസ്സിൻ്റെ പവിത്രത ഓർത്ത്, പിന്നെ എന്നെക്കാളേറെ ഈ വിഷയത്തിൽ മികവ് ഉള്ള അബ്ദുറഹ്മാൻ ഫാറൂഖിയെ ഓർത്ത് ഞാൻ ആ രംഗത്തേക്ക് പാടാൻ തുനിയുന്നില്ല. അത്യാവശ്യമാണെങ്കിൽ പാടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ചിട്ട്. അപ്പം ഇത് പക്ഷിപ്പാട്ട്. അതിനേക്കാളേറെ റസൂലുള്ളാഹിനെയും കൊച്ചാക്കുകയാണ്. അബൂബക്കർ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കൊച്ചാക്കുകയാണ്. പക്ഷിപ്പാട്ട്. പക്ഷി പോടാ ഉമറേൻ, ആട്ടിലെ വന്ന വൈക്കന്നെ പക്ഷിൻ്റെ സൗജത്ത് വന്നുകൊണ്ട് നബിനോട് സങ്കടം പറഞ്ഞു. എൻ്റെ മാപ്പിള എന്നോട് തെറ്റിയാണ്. എന്താ സംഭവിച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഓരോ മുട്ട ഇടും, പക്ഷെ ഒരു ദിവസം 2 മുട്ട വന്നുപോയി. അതിന് ശേഷമാണ് എൻ്റെ ഭർത്താവിന് എന്നോട് സംശയം എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. റഹ്മാനായ റബ്ബെ, ഇത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തിയത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്, മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇതിൽ ഇപ്പോൾ എല്ലാം പറയുന്നുണ്ടെങ്കിൽ തവസ്സുൽ ഇസ്തിഗാസി അപ്പോഴും വിടൂല. കാരണം 50 ചില്ലറ കിട്ടുന്നുണ്ട്. ആത്മീയ വാണിഭം. ഇവിടെ ഇപ്പോൾ പൊന്ന് ചെമ്പാക്കുന്ന കഥ പറയുന്നുണ്ടല്ലോ. ഇത് നമ്മളെത്തിക്കൊണ്ട് ഇറങ്ങിയാണ്ടല്ലോ, അജ്മീർ, നാഗൂർ, മുത്തുപ്പേട്ട ഇങ്ങോട്ട് വന്നാൽ ഏത് സാധനം എന്താ ആയതെന്ന് ആർക്കും അറിയില്ല. അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ടുണ്ടാവും. പുത്തമ്പള്ളി മുതൽ അതിന്
തെളിവുകൾ പറയാതെ തന്നെ ഒരു പക്ഷേ വർത്തമാനകാല ചരിത്രത്തെക്കുറിച്ച് അവബോധമുള്ളവർക്ക് ബോധ്യമാണ് ആ വിഷയങ്ങൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സാഹചര്യത്തിൽ ഉയർന്നു വന്നിട്ട് ഇഞ്ചോടിഞ്ച് പോരാടി തൗഹീദും തവസ്സുലും ഇസ്തിഗാസയും സുന്നത്തും ഒക്കെ ജനങ്ങളെ കണിശമായി പഠിപ്പിച്ച് ബോധവൽക്കരിച്ച് ജോലിയൊക്കെ കിട്ടുന്ന അവസ്ഥയിൽ അതാ വേറൊരു കൂട്ടർ ഇത് ഒരു വണ്ട് വന്ന് കുത്തലുണ്ട് ഇങ്ങനെ മത്തനും കുമ്പളിങ്ങൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ രീതിയിൽ നേരത്തെ ഒരു ശുഭത്തിൻ്റെ പൈസയാണെന്ന് പറഞ്ഞവർ ഇത് താകൂത്തി സേവയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറെ പാൻറ്റിട്ട ഖുറാഫികൾ വന്നത്. മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും, ഞാൻ അവരെ പേര് പറയുന്നില്ല. പാൻറ്റിട്ട ഖുറാഫികളെന്ന് ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. അവരോ അതാ ഒരു വസ്വാസുകാരൻ മലം കണ്ടിട്ട് വസ്വാസിന് നേരത്തെ കുറേ അകലെന്നാണ് ചാടി കിടക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അതിൻ്റെ നടുക്കാട് ചവിട്ടുകയും ചെയ്ത്. ഇതേ മാതിരിയിലാണ് ഈ താകൂത്തി സേവ പറഞ്ഞിരുന്ന ആളുകളുടെയും സ്ഥിതിവിശേഷം. നമ്മുടെ ആദർശം എന്ത് എന്നും നമ്മൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും നമ്മുടെ പ്രബോധനം എന്താണെന്നും കാലഘട്ടത്തിനനുസരിച്ച് മനസ്സിലാക്കണം. പൂർവിക ചരിത്രവും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ശുക്രൻ, ജസാക്കല്ലാഹ്. ബഹുമാന്യനായ നമ്മുടെ മായിൻകുട്ടി സുല്ലമി സാഹിബിന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി ഇൻഷാ അല്ലാഹ് നമ്മളുമായി കൊണ്ട് സംവദിക്കുന്നത് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ഫാറൂഖി പൊന്മളയാണ്. അദ്ദേഹം ഇൻഷാ അല്ലാഹ് സമസ്തയും അതുപോലെ തന്നെ കേരള നദ്വത്തുൽ മുജാഹിദീനും തമ്മിലുള്ള ആശയ വ്യത്യാസം എന്താണ് എന്ന് മാല മൗലൂദുകളിലൂടെ അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അദ്ദേഹം നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്ലിപ്പുകൾ നമുക്ക് മുന്നിൽ അദ്ദേഹം ഇടുന്നുണ്ട്. പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഈ ഗണ്ണന മണ്ഡനങ്ങൾക്കൊക്കെ സംസാരിക്കുന്ന ആളുകൾ മാല മൗലൂദുകളുടെ സമയം വരുമ്പോൾ ബഹുമാന്യനായ ഫാറൂഖിയുടെ ക്ലിപ്പിടും. അദ്ദേഹം ഒരു പണ്ഡിതനാണ്, പ്രഭാഷകനാണ്, അതോടൊപ്പം തന്നെ നല്ലൊരു ഗായകനുമാണ്. അദ്ദേഹം ആ നിലക്ക് ഈ സമൂഹത്തിന് ഇതിൻ്റെയൊക്കെ അന്ധവിശ്വാസങ്ങൾ മനോഹരമായ ശബ്ദത്തിൽ സെയ്ദ് മൗലവിയെ പറ്റിയൊക്കെ പറയാറുണ്ട്. മുമ്പ് സെയ്ദ് മൗലവി രണ്ടത്താണി ഈ മനോഹരമായ ശബ്ദത്തിൽ മാല പാടും. ഈ ആളുകൾ മുഴുവൻ ശ്രോതാക്കളും നമ്മളെ ആളുകളാവില്ലല്ലോ, നമ്മളെ അന്ന് വളരെ കുറവല്ലേ നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ആളുകൾ, ഇസ്ലാഹി ആദർശ ബന്ധുക്കളൊക്കെ. ഈ സമയത്ത് മനോഹരമായ ഈ മൗലൂദൊക്കെ മനോഹരമായ ശബ്ദത്തിൽ പാടുമ്പോൾ അതിൻ്റെ സ്വരമാധുരി കേട്ടിട്ട് ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ അവിടെ തൗഹീദ് പറയും. അത് വലിയൊരു അവസരമാണ്. ഇവരുടെ വിദണ്ഡവാദങ്ങളെ പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശബ്ദവും ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരാൾ കൂടിയാണ് നിങ്ങൾക്കൊക്കെ അടുത്തറിയുന്ന നമ്മളുടെ അധ്യാപകൻ അബ്ദുറഹ്മാൻ ഫാറൂഖി പൊന്മള. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ആദരണീയനായ പണ്ഡിതൻ മോയിൻകുട്ടി സുല്ലമി, പ്രിയങ്കരനായ സുഹൃത്ത് അബ്ദുൽ മജീദ് സുഹരി, ഈ സദസ്സിൻ്റെ മോഡറേറ്റർ കൂടിയായ പ്രിയ സുഹൃത്തും എഴുത്തുകാരനും കവിയുമൊക്കെയായ ഷരീഫ് അൻസാരി ബാവൂർ, മറ്റ് പ്രിയങ്കരരായ സദസ്യരെ, വിദ്യാർത്ഥിനികളെ,
നാട്ടിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സംഘടനയുടെ അല്ലെങ്കിൽ 2, 3, 4 സംഘടനകളിലായി പ്രവർത്തിക്കുന്ന സമസ്ത വിഭാഗത്തിൻ്റെ പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധത, അതുപോലെ തന്നെ ഖുർആനും സുന്നത്തും മാറ്റിവെക്കുന്നതിൽ അവർ കാണിച്ച താൽപ്പര്യം, ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിയ പ്രവർത്തനങ്ങളോട് അവർ മുഖം തിരിച്ചു നിന്നത് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കുറേയൊക്കെ കേട്ടത്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ കാര്യങ്ങൾ, ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാതെ ഏതാനും ചില ക്ലിപ്പുകൾ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രസ്ഥാനം നിലവിൽ വന്നപ്പോൾ അനാചാരങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു സമൂഹമായിരുന്നു നമ്മുടെ മുസ്ലിം സമുദായം. 1879 മുതൽ 1975 വരെയുള്ള കാലയളവിൽ ജീവിച്ച മാപ്പിള മഹാകവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാരഥനായ പുലിക്കോട്ടിൽ ഹൈദർ, അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു ജിഹ്വയായിരുന്നു. നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളെക്കുറിച്ച് അദ്ദേഹം പാടിയത്, പെരുത്ത അനാചാരങ്ങളും ചെയ്യിച്ച് പെരിയോൻ്റെ പേരിൽ പങ്കു ചേർത്ത് വിളിച്ച് ഇരക്കുന്നതും ഗുണം എന്ന് കൊട്ടിയറിയിച്ച് ഇശമ്പുന്നതും മുറി ആലിമീങ്ങളെ കൗല ഇസ്ലാം മതം അത് കൊണ്ട് സ്ഥാപിക്കൂല. ഖല്ലാഖവന്റെ കലാമതും ഇറസൂല, ഖാത്തിം നബിന്റെ ഹദീസതും പഠിക്കൂല. വല്ലേ ലഈഫായുള്ള കാലയും ഖീല, വായിത്തിടും മുറി ആലിമീങ്ങളെ കൗല ഇസ്ലാം മതം അത് കൊണ്ട് സ്ഥാപിക്കൂല. നീണ്ട പാട്ട. മുസ്ലിം ഉമ്മത്തിനെ പ്രമാണങ്ങളിൽ നിന്ന് അകറ്റി ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു സമ്പ്രദായമായിരുന്നു സമസ്തയുടെ ഭാഗത്തു നിന്ന് അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രയാസലേശമന്യേ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും അത് പരിശീലിപ്പിക്കാനും അവർക്ക് സാധിച്ചു എന്നതാണ് സത്യം. എൻ്റെ ക്ലിപ്പിൽ എന്തിനാണ് സമസ്തയുടെ രൂപീകരണം എന്നത് സമസ്തയുടെ നേതാക്കൾ പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് EK സമസ്തയുടെ നേതാവാണ്. 38 ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലവനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ. ഇപ്പം എന്തേ മനസ്സിലായത്? ഔസുൽ ആളമിനെ വിളിക്കാനും വിളിക്കാൻ പറ്റുമെന്നും യാ ഔസുൽ ആളം എന്ന് വിളിപ്പിക്കാനൊക്കെയാണ് ഈ സംഘടന തന്നെ ഉണ്ടാക്കിയത് എന്നാ. ഇനി മറുവിഭാഗത്ത് AP സമസ്തയുടെ ഒരു നേതാവും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. 39 നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാബികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാൻ ആ സമസ്ത ഉണ്ടാക്കി ആണ്. മരണപ്പെട്ടുപോയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ
അതിനെയാണ് സമസ്ത ഉണ്ടാക്കിയത്. അതാണല്ലോ കൊടിയ ശിർക്ക്. ആ കൊടിയ ശിർക്ക് ഈ സമുദായത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് വളരെ എളുപ്പത്തിൽ അവർക്ക് ചെയ്യിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അതിന് കാരണമുണ്ട്. മരണപ്പെട്ടു പോയ ഇവിടെ മായൻകുട്ടി സുല്ലമി പറഞ്ഞ ഇ കെ അസം മുസ്ലിയാർ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അത് വേണമെങ്കിൽ ഇതിൽ ഈ ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 57 നെക്സ്റ്റ് വൺ, തഹദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തിൽ ഖുർആൻ. അതല്ല 57 ആണോട്ട്. തഹദീറുൽ ഇഖ്വാൻ ഇതല്ലല്ലോ. ഇതാണ് ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത് യാതൊരു കാരണവശാലും ഖുർആൻ്റെ പരിഭാഷ എഴുതാൻ പാടില്ല, അത് പഠിപ്പിക്കാൻ പാടില്ല. ഇതിൻ്റെ 16-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞത് ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, സുന്നത്തു പോലുമില്ല. അപ്പോൾ ആ ഫാത്തിഹ സൂറത്തിലാണ് നമ്മൾ റബ്ബുൽ ആലമീനെ പരിചയപ്പെട്ടത്, നമുക്കറിയാവുന്ന സംഗതിയാണ്. ആ റബ്ബുൽ ആലമീനെ ഒഴിവാക്കിയിട്ടാണ് ഇന്ന് ആളുകൾ കോഴിക്കോട്ടെ മടവൂർ വലിയ എന്ന് പറയുന്ന ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മാനസിക രോഗിയെ പ്രതിഷ്ഠിക്കുന്നത് ആ റബ്ബുൽ ആലമീൻ്റെ സ്ഥാനത്താണ്. മുദബ്ബിറുൽ ആലമാണെന്നാണ് അവർ പറഞ്ഞത്. 41-ാമത്തെ ക്ലിപ്പ് ഒന്നിട്ടാണ്. 41 ധീരമായി പറഞ്ഞിടൂ ആലമിൻ മുദബ്ബിർ ശൈഖ് മടവൂരട. ആലമിൻ മുദബ്ബിർ ശൈഖ് മടവൂരട. നിരനിരയായി വന്നിടൂ പടയണിയിൽ ചേർന്നിടൂ. ആലമിൻ കുത്തൂബിനായി സൈന്യമായി നിരന്നിടൂ. ആലമിൻ കുത്തൂബിനായി സൈന്യമായി നിരന്നിടൂ. വേണ്ട നമ്മിലെ ശൗര്യം മടവൂരട. പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. മടവൂര് മടവൂര്. അവിടെ ആ മത്സ്യട്ടി കിടക്കുന്നതാണ് ഈ പറഞ്ഞ പടച്ചോൻ. ആ കിടക്കണതാണ് മടവൂരിട്ട്. ലോകം നിയന്ത്രിച്ച് കിടക്കണം ഉപരി. ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര്. ഒറ്റ വട്ടം പറഞ്ഞാൽ മതി, 100 വട്ടം ഓ മുശിരിക്കാവും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഹൂ അല്ലാ മടവൂര്, ആ അല്ലന്നെയാണ് ഈ മടവൂര്. അതിന് ഉപോത്ബലകമായിട്ട് ഒരുപാട് കഥകൾ ഇവർ ഉണ്ടാക്കി പറയാറുണ്ട്. ഷെയ്ഖ് ഇങ്ങനെ നിസ്കരിക്കുന്നവർ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് നിസ്കരിക്കാതെ, നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ നോമ്പനുഷ്ഠിക്കാൻ പറയാതെ നോമ്പ് മുറിക്കാൻ നിർബന്ധിക്കുന്ന സമയത്ത് അയാൾ പറയാറുണ്ട് അനല്ലാന്ന്, ഞാനാണ് അല്ലാന്ന്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരു ദിവസം 17 വട്ടം നിർബന്ധമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ യാതൊരു സങ്കോചവുമില്ലാതെ പറയുന്നു ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ. അവർ പറയുന്നത് ആലം 18,000 1 2 അല്ല, 18,000 ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ ഭ്രാന്തായി കിടക്കുന്ന, നിസ്കരിക്കാത്ത, നോമ്പനുഷ്ഠിക്കാത്ത, മാനസിക രോഗിയായ ഈ മനുഷ്യനാണ് എന്നാണ്. ആലോചിച്ച് നോക്കൂ സമുദായം എവിടെ എത്തപ്പെട്ടത് എന്ന്. എന്നിട്ട് അദ്ദേഹത്തോടാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ടു പോയ 10-30 കൊല്ലായില്ലേ, 10-30 കൊല്ലം മുമ്പ് മരിച്ച് മണ്ണായിപ്പോയ ഈ ഭ്രാന്തനായ ഒരു മനുഷ്യനോട് ഈ മനുഷ്യന്മാര്, അല്ലെങ്കിൽ അയാളെക്കാൾ വലിയ മൂച്ചിപ്പിരാന്ത് ഈ പ്രാർത്ഥിക്കുന്നവർക്കാണെന്ന് പറയേണ്ടി വരും. ആ നമ്പർ 6 ഇട്ടോക്കൂ. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. ഉങ്ങളെ
തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. കാക്കണം ഞങ്ങളെ ശൈഖോരെ, നോക്കണം ഞങ്ങളെ മടവൂരെ. ഉങ്ങള തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. ദറദ് കനത്ത പറഞ്ഞു വരുന്നത് പാട്ട് കുറേ ഉണ്ട്. ആ പാട്ടിൻ്റെ ഓരോ വരിയും മടവൂർ തങ്ങളോട് ഞങ്ങളെ കാക്കണം, ഞങ്ങളെ നോക്കണം, ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പ്രാർത്ഥിക്കുന്ന വരികളാണ്. അത് ആ മടവൂർ ഷെയ്ഖിൻ്റെ പേരിൽ അവരുണ്ടാക്കിയ മൗലിദുകളിലും അതാണ്. എവിടെ നോക്കിയാലും അള്ളാഹുവിൽ നിന്ന് ആളുകളെ അകറ്റുക എന്ന ഒരു ദൗത്യമാണ് ഈ സമസ്ത സംഘടനകൾ. അത് ദക്ഷിണ കേരളയുണ്ട്, ഉത്തര കേരള ഉണ്ട്, സംസ്ഥാനമുണ്ട്, AP സമസ്ത ഉണ്ട്, EK സമസ്ത ഉണ്ട്. ഇങ്ങനെ ഒരു 10-18 സംഘടനകളായി പിരിഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ ആളുകളൊക്കെ തന്നെ ചെയ്യുന്നത് ഒരേ ഒരു സംഗതിയാണ്. അള്ളാഹുവിൽ നിന്ന് ആളുകളെ അകറ്റുന്നു, അവർ ആളുകളെ ജാറങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം ജോലി സാറ് സംസാരിക്കാനുണ്ട്. ആ ജാറങ്ങളിലേക്കുള്ള പോക്ക് നമുക്കൊന്ന് കാണാം. ഏതായാലും നമ്മൾ പോകലില്ലല്ലോ, ആണെങ്കിലും ചെയ്യാലോ. ഒന്ന് ജീപ്പ് സ്ക്രീനിൽ കൊള്ളണില്ലേ? ഇത് സംഭവം പറഞ്ഞുതരാം. ജാറത്തിങ്ങിലേക്ക് നാട്ടിലുള്ള സകലമാന വിഭവങ്ങളും ആ വണ്ടി കയറ്റി കൊണ്ടുപോകണം. 1-2 വണ്ടിയൊന്നുമല്ല, വായ്ക്കൊല വണ്ടി കണ്ടോളി ആണ്. ആ കോലത്തിൽ നാട്ടിൽ കിട്ടുന്ന മത്തനും വെള്ളരും പയരും കുമ്പളങ്ങി, ഞാൻ പറഞ്ഞില്ലേ, സകലമാന സാധനങ്ങളും വണ്ടി കയറ്റിയിട്ട് കണ്ടമാനം വാഹനങ്ങൾ ജാറത്തിങ്ങലേക്ക് പോവുകയാണ്. ആ ജാറത്തിലാണ് എല്ലാവിധ പ്രതീക്ഷയും ഈ മനുഷ്യന്മാർ അർപ്പിക്കുന്നത് എന്നതാണ്. കഴിഞ്ഞിട്ടില്ല. 9 അനസർ, വാട്ട് ഈസ് ദിസ്? തിരൂര് വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയാണ്. മാപ്പിള പൂരം എന്ന് വേണമെങ്കിൽ പറയാം. മുഅ്മിനീങ്ങൾ ഇവിടെ ഉണ്ടാവൂല, ഒരുപാട് മാപ്പിളാരെ നമുക്ക് കാണാനും പറ്റും. കണ്ടോ, ചെറിയ കുട്ടികൾക്ക് വരെ ഒരു തരിപ്പ് വന്നിട്ട് ഇങ്ങനെ ചാടുന്നുണ്ടാവില്ല, ആരും അടങ്ങിക്കണില്ല. സാർ അതൊക്കെ സുന്നത്ത് ജമാഅത്തായിരിക്കൂലേ? ആ, സുന്നത്ത് ജമാഅത്താണ്. ഇതിൻ്റെയൊക്കെ പേരില് ഈ മുസ്ലിയാക്കന്മാർക്ക്, അവിടെയുള്ള ഖാദി, ഖത്തീബ്, മറ്റ് എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ എമ്പാടും വരുമാനം കൊടുക്കും. പിന്നെ ഇത് നടത്തുന്ന ഒരു കച്ചവടക്കാരാണ്. അത് കഴിഞ്ഞാൽ 10 ഇട്ടോളി, കണ്ടോട്ടെ. ഭീമാപള്ളി കൊടിയേറ്റിന് ഭീമാപള്ളി നിങ്ങളിപ്പോൾ കാണുന്നത്. ഭീമാപള്ളി കൊടിയേറ്റ് ഇന്ന്, അതായത് 20 പെണ്ണുങ്ങൾ പള്ളി പോകാൻ പാടില്ല എന്ന് പറയുന്നത് ആണും പെണ്ണും കൂടെ കണ്ടാളും വിചാരിച്ച കൂടി കലർന്നാളെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇവിടെ കാണാൻ പറ്റും, സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നിട്ടാണ് ഈ ഉറൂസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ജാറം മൂടാനും മറ്റുള്ള തുണികളാണ്. എല്ലാ കൊടിയും കൂടി
ചേർത്തിലാണ് ലക്ഷക്കണക്കിന് പറഞ്ഞത്. ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഇവിടെ ഉള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഇഷ്ടംപോലെ കൊടികളാണ്. ആണുണ്ട്, പെണ്ണുണ്ട്, ആണും പെണ്ണും കെട്ടോലും ഉണ്ട്. നേർച്ച നേരത്താണ് കൊടികൾ കെട്ടുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ പ്രേയേഴ്സിന് വേണ്ടി ആൾക്കാർ കാണാൻ വേണ്ടി പറ്റും. കൊടിയും കൂടെ ജസ്റ്റ് കോടിക്കണക്കിന് വരുമാനമുള്ള ജാറങ്ങളാണ്. ഇതൊന്നും നിർത്താൻ കഴിയൂല എന്നുള്ളതാണ്. ഇതുപോലെ കെട്ടി വെച്ചിരിക്കും. ഓരോ കബറിനെ ചെന്നിട്ടും സാധാരണ പറയാറുണ്ട്, ഞങ്ങൾ അല്ലാടാ പ്രാർത്ഥിക്കല് ഇവരെ ഇടയാളന്മാരാക്കളാന്ന്. അല്ല, നമ്മളെ ആ എട്ടാമത്തേതൊന്ന് ഇട്ടോക്കി. ഒരു ജാറത്തിങ്ങ ചെന്നിട്ട് ഒരു മൂലയരെ ശാഠ്യം കാണാം. ആണ് തരണ പാപ്പ. ആ തന്നില്ലെങ്കിൽ ഞങ്ങൾ പോകൂല പാപ്പ. അങ്ങക്ക് ഞങ്ങളെ മനസ്സിലായിട്ടില്ല പാപ്പ. ഞങ്ങൾ ഏതാ സാധനം നിങ്ങൾക്ക് അറിയോ പാപ്പ? ഒക്കെ നിങ്ങള് ആലോചിച്ച് നോക്കി കൗമിന്റെ അവസ്ഥ. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ ഇവിടെ നിങ്ങൾ എത്തിക്കണം. അതിന് ഞങ്ങൾക്ക് പാപ്പാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലേ? ഭീഷണിപ്പെടുത്തു തൽക്കാലം പോകുന്നു. നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. മരണം വരെയും മരണസമയത്തും മരണാനന്തരം ഖബറിലും ആർത്തിക ലോകത്തും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. സകലമാന ബിദ്അത്തുകളുടെയും ഒരു അരങ്ങേറ്റം ഈ സംഘടനകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. നമ്പർ 11 11 ഇത് റാത്തിബ ഒയ്യുന്നാളേ. മുഹിയുദ്ദീൻ റാത്തിബാണ്. ആ കുതിരയൊക്കെ ചാടുന്ന ചാട്ടം കണ്ടില്ല. ആ നടുവ് നിൽക്കുന്ന ആൾക്ക് 1500 കേട്ടോ. അയാളെ ചാട്ടം കണ്ടപ്പോ ഞാൻ കുതിരയെന്ന് വിചാരിച്ച. ഇതില് ഇയാള് പറയുന്നത് എന്താ വെച്ചാ എന്ന് പറഞ്ഞാൽ മുയ്യദ്ദീൻ ശൈഖിനോട് ഇവിടെ വരണം എന്ന് പറയാണ്. അത് വെറുതെ പറയല്ല. ഇവരുടെ വിശ്വാസപ്രകാരം അവിടെ മുയ്യദ്ദീൻ ശൈഖ് വരും. ഇവരെ ശൈഖന്മാരും അതുപോലെ തന്നെ നബിയായാലും ഒക്കെ ഊര് ചുറ്റി നടക്കുകയാണ്. ഖബറിൽ കിടക്കാൻ പേർക്ക് ആർക്കും ഒഴിവില്ല. എല്ലാവരും എണീറ്റ് നടക്കുകയാണ്. ഇവിടെ മൗലൂദ് നടത്തിയാൽ ഇവിടെ ഉണ്ടാവും, അവിടെ റാത്തീബ് നടത്തിയാൽ അവിടെ വരും, ഇപ്പുറത്ത് വേറെ നടത്തിയാൽ അവിടെ ഉണ്ടാവും. ഇക്കോലത്തിൽ മഹാന്മാരെ കുറിച്ച് കുറേ അന്ധവിശ്വാസങ്ങൾ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് സുഹരി സാറിൻ്റെ ക്ലാസ്സും കൂടെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറേ ആവേശം ഇങ്ങനെ കയറി വരികയായിരുന്നു, അപ്പോഴാണ് നിർത്തിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചിരിച്ചു, കയ്യടിച്ചു. ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? അള്ളാഹുവിൻ്റെ ദീന്, പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഖുർആനും സുന്നത്തും ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഉണ്ടായിരുന്ന ഒരു ജനതയെ ഏകനായ റബ്ബിലേക്ക് കൈകൾ ഉയർത്താൻ പഠിപ്പിച്ച പരിശുദ്ധമായ ഒരു മതത്തിന്റെ പേരിലാണ് ഈ പേക്കൂത്തുകൾ. അവിടെയാണ് ഇതിന്റെ വിഷയം. 10 കൊല്ലം പള്ളി ദർസിൽ പോയി പഠിച്ച് കോളേജിൽ പോയി ബിരുദവും അതിനുശേഷം ബിരുദാനന്തര ബിരുദവും എടുത്ത വലിയ മുസ്ലിംമാര് തമ്മിൽ തർക്കത്തിലാണ്. എന്താ തർക്കം എന്നറിയോ? ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടികളോട്, ഇവിടെ തഹ്ഫീദിന് പഠിക്കും മദ്രസ പഠിക്കുന്ന കുട്ടികളുണ്ടോ എന്ന് എനിക്കറിയില്ല, അവരോട് പോലും ചോദിച്ചാലും പറയും, ആരാണോ മോനെ മുദബ്ബിറുൽ ആലം,
എന്തിന് നമ്മുടെ മക്കളെടുക്കണം? മക്കയിലെ മുശ്രിക്കിനോട്, കൊടിയ മുശ്രിക്കാകുന്ന മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുന്നുണ്ട്, വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവനാരാണ്? അവന് പോലും ഒരു സംശയം വന്നില്ല. സയഖൂലുന്നല്ലാഹ് ലയഖൂലുന്നല്ലാഹ്, അവര് പോലും അള്ളയാണെന്ന് മറുപടി പറഞ്ഞെങ്കിൽ ഈ ആളുകള് പാവപ്പെട്ട ജനങ്ങളുടെ കൈകളിൽ നിന്ന് പണം വാങ്ങി പിരിച്ച് അതുകൊണ്ട് ഭക്ഷണം പോറ്റിയിട്ട് ഇവിടെ നമ്മുടെ ഹിഫ്ളിൽ പഠിപ്പിക്കുന്ന ഷമീർ സലാഹി അറിയില്ല? നിങ്ങൾക്ക് അറിയില്ലേ ഷമീർ സാറിന്? ഞാനൊരിക്കൽ ഏകദേശം ഒരു 15 കൊല്ലം മുമ്പാണ് ജിദ്ദയില് ഒരു കഫ്തീരിയയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു. ഞങ്ങൾ അന്ന് അവിടെ ഒന്നിച്ച് സൗദിയിലുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് ഒരു ചായയും മൂപ്പര് ചായ പറഞ്ഞു. ഞാനിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചു. എന്നിട്ട് ഹൈദർക്ക് എന്നോട് പറഞ്ഞൊരു വർത്താനം വളരെ സങ്കടത്തോടു കൂടെ പറഞ്ഞത്, സുഹരി, എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മയും വല്യമ്മയൊക്കെ ഈ മുസ്ലിംമാരെ ചെലവുണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഞങ്ങൾക്കൊക്കെ അന്നൊരു വല്ലാത്ത ആഘോഷം. 3-4 മാസം കൂടുമ്പോഴാണ് ഞങ്ങളെ വീട്ടിൽ ഉസ്താദിന്റെ ചെലവ് വരും. അന്ന് കല്യാണാണ്. സ്വന്തം മക്കളാകുന്ന ഞങ്ങൾക്ക് ഇത്രയും നല്ല ഫുഡ് എൻ്റെ ഉമ്മയും വല്യമ്മ ഒന്നും തന്നിട്ടില്ല. അത്രക്കാണ് നിങ്ങളെപ്പോലുള്ളവരെ. ഞാനന്ന് ജാമ്യയിൽ നിന്ന് ഇറങ്ങി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കയ്യിൽ നിന്ന് സനതൊക്കെ വാങ്ങി പുറത്തിറങ്ങി. ഇദ്ദേഹത്തിന്റെ നാട്ടിലായിരുന്നു ഞാൻ ഖത്തീബായി ജോലി ചെയ്തിരുന്നത്, ഊരകം മഹല്ലിൽ. അതിനുശേഷമാണ് ഞാൻ സൗദിയിലേക്ക് വരുന്നത്. അപ്പൊ അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട് വന്ന് പറഞ്ഞ വർത്താനം ആയതുകൊണ്ട് സുഹരി, ഈ വിഷയത്തില് സങ്കടത്തോട് കൂടി പറയാണ്, ഹക്കായ കാര്യം ഞങ്ങൾക്ക് മറച്ചു വെക്കല്ലിട്ടോ. എൻ്റെ ഉമ്മയും വല്യമ്മയും ബാക്കിയുള്ളവരൊക്കെ നിങ്ങളെ പോറ്റി വളർത്തിയത്, നോക്കി വളർത്തിയത്, നിങ്ങളൊക്കെ ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു ഒരിക്കൽ പോലും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നതാണ് ദീന് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ഹൈദർക്ക് എന്നെ പറഞ്ഞത് എനിക്കിപ്പോഴും ഭയങ്കര ഒരു വല്ലാത്തൊരു ഷോക്കാണത്. ഈ വിഷയം പറയുമ്പോ സത്യാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അവസ്ഥ അതാണ്. ഇവിടെ ബഹുമാനായ സുല്ലമി സാറും ഫാറൂഖിയും ഒക്കെ സൂചിപ്പിച്ച കുറെ കെട്ടുകഥകളുണ്ടല്ലോ. അല്ലാഹു തആല പറയുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹു പറയുന്നുണ്ട് സൂറത്തു തൗബയിലെ 34-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു വല്ലാത്ത ആശയം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ, പണ്ഡിതന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും ഒരു വിഭാഗം അധിക ജനങ്ങളുമുണ്ടല്ലോ, ലയഅകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, പൊള്ളയായി ജനങ്ങളുടെ മുതൽ തിന്നുകയാണ്, ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ്, ജനങ്ങളുടെ മുതൽ തിന്നാണ്. എങ്ങനെ? ബിൽ ബാത്തിൽ. എന്നിട്ട് എന്തിനാണ് അത്? പിന്നെ ഒരു ചെറിയ വിഷയം, ചെറുതല്ല വലുത് തന്നെയാണ്. ആത്മീയ ചൂഷണം ഭയങ്കര അപകടം. അത് മാത്രല്ല ചെയ്തുകൊണ്ടിരിക്കുന്നതോ വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ അപകടം. നോക്കൂ, നിങ്ങൾ നേരത്തെ ഇവിടെ കേട്ടല്ലോ, അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടെന്ന സ്ഥാനത്താണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കുന്നത്, ബദിരീങ്ങളെ എന്ന് വിളിക്കുന്നത്. കേവലം ഒരു കാക്കണേ എന്നുള്ളതും അല്ലെങ്കിൽ രക്ഷിക്കണേ എന്നുള്ളതൊന്നുമല്ല. ഇവിടെ ബഹുമാന്യരായ പണ്ഡിതന്മാർക്ക് സമയമില്ലാത്തതുകൊണ്ട് അവർ കേൾപ്പിച്ചില്ല. ആകാശഭൂമി ലോകത്തുള്ളവർക്കും മഴയും വെള്ളവും അരുവിയും ഒഴുക്കുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖാണെന്നാണ് ഖുത്ബിയത്തിൽ പറയുന്നത്. വനജ്ജിഹി മിൻ ലളാഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയുദ്ദീനി, കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഖുത്ബിയത്തിലുള്ളത്. ചെറുതാണോ വിഷയം? ഇങ്ങനെ തുടങ്ങിയിട്ട് ബസ്സിറു ഫുആദി സിറാതൻ അൻത സാലികുഹു അല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു, ഞങ്ങളുടെ ഹൃദയത്തിന് ഉൾക്കാഴ്ച നൽകണേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ മുഹിയുദ്ദീൻ ഷെയ്ഖെ, അത് അങ്ങേക്ക് അള്ളാഹ് തന്നതാണ്. വ അൻത മാലികുഹു, അതിന്റെ മാലിക്കും ഉടമസ്ഥനും അങ്ങാണെന്നാ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത ഇന്നല്ലാഹ യഹ്ദീ മൻ യശാ എന്ന് അള്ളാഹ് പറയാ. മുഹമ്മദ് നബിക്ക് പോലും ഒരാളെ ഹിദായത്തിലാക്കാൻ കഴിയില്ല. ആ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് ഹിദായത്തിനെ ചോദിക്കുകയാണ്. മാത്രല്ല അതിനുള്ള അധികാരം മുഹിയുദ്ദീൻ ഷെയ്ഖിനാണെന്ന് വിശ്വസിക്കുകയാണ്.
ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട അറബി കോളേജിലെ വിദ്യാർത്ഥികള്, ജാമിഅയുടെ മക്കളോട് പറയാനുള്ളത്. നിങ്ങളുടെ മുന്നിൽ വളരെ വലിയൊരു ഉത്തരവാദിത്തമാണുള്ളത്. കാരണം ഈ ഖുർആനും സുന്നത്തും പഠിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. മുത്തുനബി നമ്മെ ഏൽപ്പിച്ചു പോയ തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തി നബി. രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴക്കുകയില്ല. അത് അള്ളാന്റെ ഖുർആനും റസൂലുള്ളാന്റെ സുന്നത്തുമാണ്. ഇന്ന് ഖുർആനും സുന്നത്തുമായിട്ട് ഒരു ബന്ധമില്ല, മൊത്തം ഈ മാലയും മൗലീദുമാണ്. അവിടെയാണ് പിഴച്ചു പോകുന്നത്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചു നേരം കൂടെ സംവദിക്കാം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അവർ ചോദിച്ചോട്ടെ, മക്കൾ ചോദിക്കുക. തുറന്ന് ക്ലിയർ ചെയ്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തയും അഹ്ലുസുന്നയും തമ്മിൽ, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളാണ് അഹ്ലുസുന്ന. അഹ്ലുസുന്ന വൽ ജമാഅ അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ് വൽ ജമാഅത്തു മത്തഫഖ അലൈഹി സ്വഹാബത്തു റിദ്വാനുള്ളാഹ്. അതാണ് അഹ്ലുസുന്ന. അപ്പോൾ ആരാണ് അഹ്ലുസുന്ന? അത് നമ്മളാണ്. മറ്റുള്ളവർ അഹ്ലുൽ ബിദ്അകളാണ്, അഹ്ലുൽ ബിദ്അയാണ്, അഹ്ലുൽ ബിദ്അകളാണ് അവര്. കാരണം അത് നമുക്ക് തെളിയിക്കപ്പെട്ടതാണ് ഇവിടെ കണ്ടത്. ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും അല്ലാഹു റസൂലിനും സ്വഹാബത്തിനും പരിചയമില്ല. ആ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിലുള്ള ഒരു സംഘട്ടനം, അത് ആദർശപരമായി ആശയപരമായി അതിന്റെ മുന്നിൽ ഗോദയിൽ ജിഹാദികളായി ഇനി നമ്മളാണുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞ സയ്യിദ് മൗലവി ഇനി തിരിച്ചു വരാനില്ല, കെ എം മൗലവി ഇല്ല, മുഹമ്മദ് അമാനി മൗലവി ഇല്ല, നമ്മുടെ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ എ പി അബ്ദുൽ ഖാദർ മൗലവി ഇല്ല. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ നമ്മുടെ കൈവെള്ളയിൽ ഏൽപ്പിച്ചാണ് ഈ മഹത്തായ സ്ഥാപനം പോലും നമ്മെ ഏൽപ്പിച്ചിട്ടാണ് അവരൊക്കെ വിട പറഞ്ഞത്. ഇനി ഈ പുതിയ ഖുറാഫാത്തുകൾക്കെതിരെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ നേരത്തെ കേട്ട സയ്യിദ് മൗലവിയുടെ കാലത്ത് ഈ പറയപ്പെടുന്ന ചിറ്റടി മീത്തലിലെ അബൂബക്കർ സാഹിബാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ എവിടേക്ക് എത്തി ഇവരുടെ വാദങ്ങൾ. നിങ്ങൾക്കറിയുമോ മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർകദ, ഈ കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ, അവിടുന്ന് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ മൗലിദ് എഴുതിയിട്ടുണ്ട്. അതിൽ കാണാം, ഞാൻ ഓർക്കുന്ന 60-ാം വാർഷിക സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. എന്തേ അന്ന് അനാസാഗറിലെ വെള്ളം മാത്രമല്ല വറ്റിയത്, കിണറിലെ വെള്ളം മാത്രമല്ല വറ്റിയത്, രജപുത്രിമാരുടെ സ്ഥലങ്ങളിലുള്ള മുലപ്പാല് പോലും വറ്റിപ്പോയി. രജപുത്രിമാരുടെ താടിയും തലപ്പാവും ഉണ്ടെന്നുള്ളൂ. കാരണം ബാക്കിയൊക്കെ പാർലമെന്ററിയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ വല്ലാണ്ടത് അങ്ങേയറ്റം അപകടകരമായ വർത്തമാനങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കുപ്പായമിട്ട് പറയുന്ന ഒരു ജനതയിലേക്കാണ് നിങ്ങൾ ഇറങ്ങാനുള്ളത്, സ്വലാഹിമാർക്ക് ഇറങ്ങാനുള്ളത്. വലിയ മുന്നിൽ വലിയ പാറക്കൂട്ടങ്ങളുണ്ട്, മുള്ളുകളുണ്ട്. നമുക്കൊക്കെ സേഫ് സോണിൽ ഇരിക്കാം, ആരും ഒന്നും ചോദിക്കൂല. 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടും നിങ്ങൾ ദഅവാരംഗത്തില്ലേ എന്നുള്ളത് ഈ അധ്യാപകരാരും ചോദിച്ചോളന്നില്ല, നിങ്ങളെ പിന്നാലൊന്നും വരൂല. പക്ഷെ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നമ്മൾ മറുപടി പറയേണ്ടി വരും. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഔ ബിലിസാനിഹി ഔ ബിഖൽബിഹി. നമുക്ക് അതിനുള്ള ഇൽമ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കൈകൊണ്ട് തടയാൻ പറ്റൂല, അത് ഇസ്ലാമിക ഭരണ ശരീഅത്തിലേ പറ്റുള്ളൂ. നമ്മളെ മക്കളെയും കുട്ടികളെയും തടയാം, പക്ഷെ ഔ ബിലിസാനിഹി, നാവ് കൊണ്ട് തടയാൻ പറ്റും. അത് നമ്മുടെ ദൗത്യമാണ്. ഈ ആവേശം കേട്ട് ചിരിച്ചങ്ങ് പോയാൽ പോരാ, നമ്മുടെ ഗോദയിൽ നമ്മൾ ഉണ്ടാവണം. കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് ചോദ്യത്തിനുള്ള അവസരമാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കി. മൈക്കൊടുക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നത് അനുവദനീയമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സമസ്തക്കാർ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നത് വിലക്കുന്നത്?
ഇത് സമസ്തക്കാരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നിരുന്നാൽ പോലും എന്താണെന്നുള്ളത് അറിയാനായിരിക്കാം. ഇവിടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി പറഞ്ഞതിൽ തന്നെ വളരെ കൃത്യമായിട്ട് അനുവദനീയമാണെന്നുണ്ട്. നമുക്കത് ആരാണ് അനുവദിച്ചത്? ആരാണ് അനുവദിച്ചത്? റസൂലുള്ളയാണ്. അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയാണ് പുരുഷ സമൂഹത്തോട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. നിങ്ങൾ ആണുങ്ങൾ അള്ളാന്റെ അടിമകളാണെങ്കിൽ പെണ്ണുകൾ അള്ളാന്റെ അടിമ സ്ത്രീകളാണ്, ദാസികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കാനുള്ള അവകാശത്തെ നിങ്ങൾ തടയരുത് എന്ന് റസൂലുള്ളാന്റെ കൽപ്പനയാണ്. ഇമാം ബുഖാരി താരീഖുൽ കബീറിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുള്ളത് ലാ തംനഉൻ നിസാഅ ഹുളൂലഹുന്ന മിനൽ മസാജിദ്. സ്ത്രീകൾക്ക് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന പുണ്യത്തിന്റെ ഓഹരികളെ നിങ്ങൾ തടയരുത് എന്ന കൽപ്പനയാണ് റസൂലുള്ളാന്റെ. എത്ര ഗൗരവത്തിലാണ്! 100-ലധികം ഹദീസുകള് സ്ത്രീകൾക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കൽ അനുവദനീയമാണ് എന്നുള്ളതിനുണ്ട്. പക്ഷേ അത് തടയപ്പെടുകയാണ്. ഇവിടെ നേരത്തെ നിങ്ങൾ വിഷയാവതരണത്തിൽ കേട്ടല്ലോ. പക്ഷേ ഇപ്പൊ അവര് മാറ്റം വരുത്തുകയാണ്. യാത്രക്കാർക്ക് ഒക്കെ സൗകര്യം ഏർപ്പെടുത്തുകയാണ്. പക്ഷെ അവർ വരും, വരാതെ കഴിയില്ല അവർക്ക് എന്നുള്ളതാണ്. ഒരൊറ്റ ഹദീസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുമായി ബന്ധപ്പെട്ട് സമസ്തക്കാരടക്കമുള്ളവരൊക്കെ കേൾക്കേണ്ട ഹദീസ്. ആയിഷ ബീവി പറയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന. അഥവാ ഹിജാബൊക്കെ ധരിച്ച് റസൂലുള്ളാന്റെ കൂടെ റസൂലുള്ളാന്റെ കാലത്ത് സ്വഹാബ വനിതകൾ സുബഹിക്ക് വരെ പള്ളിയിൽ വന്നിരുന്നു. സുബഹിക്ക് വരെ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇമാം നവവി തങ്ങൾ പറയാണ്, രാത്രിയിൽ എന്നിട്ടോ സുമ്മ യൻഖലിബിന ഇലാ ബുയൂതിഹിന്ന ലാ യഅരിഫുഹുന്ന അഹദുൻ മിനൽ ഗലസ്. അവര് വീട്ടിലേക്ക് തിരിച്ചു പോകും നിസ്കാരം കഴിഞ്ഞ ഉടനെ. ഇരുട്ട് കാരണം അവരെ ഒരാൾക്കും തിരിച്ചറിയാൻ പറ്റൂല എന്നാ. അപ്പൊ ഇരുട്ട് വീഴുന്നതിന്റെ മുന്നേ അവർ തിരിച്ചെത്തുമായിരുന്നു എന്നാ നവവി തങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ശറഹ് മുസ്ലിമിൽ പറയാണ്, ഇരുട്ടത്ത് അനുവദനീയമാണെങ്കിൽ പകലിൽ ഏതായാലും അനുവദനീയാണല്ലോ. റസൂലുള്ളാന്റെ ഭാര്യയാണ് ഈ പറയണത്, ആയിഷ ബീവി. ആരെ പറ്റിയാ പറയണത്? കുന്ന നിസാഉൽ മുഅ്മിനാത്ത്. നിങ്ങൾ നോക്കൂ. അപ്പൊ അത്രക്ക് വളരെ വ്യക്തമായി റസൂലുള്ളാഹി അനുവദിച്ച വിഷയം, അള്ളാഹിന്റെ ദീന് അനുവദിച്ച വിഷയമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട ആദ്യമായി ചോദ്യം ചോദിച്ചതിന് ഒരു വിദ്യാർത്ഥിനി ആയതുകൊണ്ട് തന്നെ അഭിമാനമാണ്. അതുപോലെ നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കണം. ഈ ഉസ്താദുമാരെ വിളിച്ചു വരുത്തി ചോദിക്കണം, ഉസ്താദുമാരോടും ചോദിക്കണം. കാരണം എന്തിനാണ് ഈ ഒരു അവകാശം നിഷേധിക്കപ്പെടുന്നത്? സംഭവിക്കുന്നത് എന്താണ്? ബഹുമാനനായ മായിൻകുട്ടി സ്വല്ലമി ഇവിടെ പറഞ്ഞതുപോലെ നിസ്കാരം, നമ്മുടെയൊക്കെ ഉമ്മാരെ അനുഭവം നമുക്കറിയാം. ഉമ്മാരും വല്യമാരൊക്കെ രാവിലെ പെരേന്നിറങ്ങിയ കോഴിക്കോട്ടുക്കും തൃശ്ശൂർക്കും പോയാൽ മഗ്‌രിബിന്റെ മൂട്ടിൽ വന്നിട്ട് ഒരൊറ്റ പൂട്ട ളുഹറും അസറും മഗ്‌രിബി ഇശാവൊക്കെ കൂടി ഖളാ കൂട്ടുക എന്നാ പറയാ. നോക്കൂ നിങ്ങൾ, ആകെ ഖളാ കൂട്ടാൻ 2 വകുപ്പേ ഉള്ളൂ ഇസ്ലാമിൽ. ഒന്ന് ഉറങ്ങിപ്പോവുക, ഖളാ ആവാൻ, അല്ലെങ്കിൽ മറന്നുപോവുക. വേറെ ഒരു വകുപ്പ് ഇസ്ലാമിലില്ല. പക്ഷെ എത്ര ആളുകളുടെ നിസ്കാരമാണ് നഷ്ടപ്പെടുത്തിയത്? ഇവിടെയാണ് അറിവാണ് ചെറുത്തുനിൽപ്പ്. ഈ പരിശുദ്ധമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അറിവ് കൊണ്ട് ഇതുപോലെയുള്ള തിന്മക്കെതിരെ ചെറുത്തുനിൽപ്പുണ്ടാക്കാൻ നമുക്ക് കഴിയണം. നാഥൻ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ സമയം ഇനി വളരെ പരിമിതമാണ്. ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യത്തിനുകൂടിയുള്ള അവസരം തരാം. അതിനുശേഷം നമ്മളുടെ മെയിൻ വേദിയിൽ അവിടെ ഒരുക്കങ്ങൾ നടത്താൻ നമ്മളൊക്കെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം. ഞാൻ സ്വലാഹിയായിട്ട് ഇറങ്ങുകയാണ്, ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം ഇറങ്ങും. അപ്പോൾ സാറ് സമസ്തീന്ന് എന്ത് ചെയ്തിരിക്കണു, ഡിഗ്രി എടുത്ത് വന്നത് ആളും കൂടിയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അവിടെ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്ന ഒരാൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള എല്ലാ ഖുറാഫത്തിനും എന്ത് ചെയ്യും, ന്യായങ്ങളും പണ്ഡിതന്മാരുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പഠിച്ചു വരികയാക്കരം. ഡിഗ്രി എടുത്ത് എല്ലാ ന്യായങ്ങളും ഉണ്ടാവും. ഒരു സ്വലാഹി എന്ന നിലക്ക് ഞാനൊരു സമസ്തക്കാരനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെങ്ങനെയാണ് ഒരു നല്ല സുന്നത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്ക് എനിക്ക് പ്രബോധനം ചെയ്യാൻ കഴിയും? സാറിന് അനുഭവം ഉണ്ടാകും. സാറിന്
മുജാഹിദിക്ക് കടന്നു വന്നൊരു അനുഭവം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം അത്രയും കാലം സമസ്തനെ പഠിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, സാറ് മനസ്സിലാക്കിയിട്ട് വന്നില്ല. പിന്നെ സാറ് മുജാഹിദുകളിലേക്ക് കടന്നു വരാണ്ടായ കാരണം കൂടി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സഹായം. അതിപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ അസറും മാരിവും ഒന്നും നിൽക്കൂല. വളരെ ആദ്യത്തെ ചോദ്യത്തിന് പേര് അഫീഫല്ലേ? അഫീഫിൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് അവിടെയാണ് നസീഹത്തുള്ളത്. മറ്റത് രണ്ടാം ഘട്ടമാണ്, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഒന്നാമത്തേതാണ് വളരെ വലുത്. ഞാനൊരു സ്വലാഹിയായി ഇറങ്ങാൻ പോവുകയാണ് ഇൻഷാ അള്ളാഹ് 3 മാസം കഴിഞ്ഞാൽ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളാകുന്ന സമസ്തക്കാരെ കാണുമ്പോൾ ഞാൻ അവർക്ക് എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സന്ദേശം എത്തിക്കേണ്ടത്, എൻ്റെ ദൗത്യം ഞാൻ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? അഭിമാനിക്കാം നാം ആ ചോദ്യത്തിന്. അള്ളാഹു പ്രിയപ്പെട്ട നമ്മുടെ അനിയൻ സുഹൃത്തിന് അനുഗ്രഹങ്ങൾ നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സ്വലാഹിമാരെ, സ്വലാഹിയമാരെ, അതായിരിക്കണം നമ്മുടെ ദൗത്യം. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ. നിങ്ങൾക്ക് ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും ഖൈറ് നിങ്ങൾ മുഖേന ഒരാൾ സന്മാർഗത്തിലേക്ക് വരിക എന്നുള്ളതാണ് ആദ്യമായി അവരോട് പറയേണ്ടത്. ഈ പറയപ്പെടുന്ന സമസ്തക്കാരൊക്കെ 5 വഖ്ത് നമസ്കാരത്തിന് ശേഷം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും കേൾക്കണം. എന്താണ് ആ പ്രാർത്ഥന? കൂട്ടപ്രാർത്ഥനയിലാണ് അവർ പ്രാർത്ഥിക്കാറുള്ളത്. എന്നാലും അവർ പറയാറുണ്ട് എന്ത്? അല്ലാഹുവേ, അല്ലാഹുമ്മ അഹ്യിന അലൽ കിതാബി വസ്സുന്ന വഅമിത്ന മഅൽ ഈമാനി വത്തൗബ. എല്ലാവരും സമസ്ത പള്ളിയിൽ, APK സമസ്ത പള്ളിയിലൊക്കെ 5 വഖ്ത് നമസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ അഹ്യിന അലൽ കിതാബി വസ്സുന്ന, ഖുർആനും സുന്നത്തും അനുസരിച്ച് നീ ഞങ്ങളെ ജീവിപ്പിക്കണേ. വഅമിത്ന മഅൽ ഈമാനി വത്തൗബ, ഈമാനോടും തൗബയോടും കൂടി നീ മരിപ്പിക്കണേ. ഉസ്താദ്മാരോട് ചോദിക്കണം, പൊന്നാർ ഉസ്താദ് എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം പോലും ഇന്നതാണെന്ന് പറഞ്ഞു വരുമ്പോൾ ചോദിക്കണം, നിങ്ങൾ ഇന്ന് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഖുർആനിലും സുന്നത്തിലും ഉള്ളതാണോ? ഇവിടെ നേരത്തെ നിങ്ങൾ വിഷയാവതരണത്തിൽ കേട്ടല്ലോ, ഖബറിലേക്ക് കണ്ട് ഇറക്കി വെച്ചിട്ട്, മയ്യത്തിനെ ഇറക്കി വെച്ചിട്ട് പറയാണ്, ഇദാ ജാഅകൽ മലക്കാനിൽ മുഅക്കലാൻ, നിന്റെ അടുക്കലേക്ക് ഇന്ന 2 മലക്കുകൾ വന്നിട്ട് അവൻ നിന്നോട് ചോദിക്കും, മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക. 4ാമത്തെ ഒരു ചോദ്യം അതിൽ പറയുന്നുണ്ട്, വമാ ഇമാമുക ഫഖുൽ ലഹുമാ. ആ 2 മലക്കുകളോട് നീ പറയണം, അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബിയി വൽ ഇസ്ലാമു ദീനി. 4ാമത്തെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഈ മയ്യത്തിനെ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച മയ്യത്തിനോട് വേറെന്നിട്ട് ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്. 4ാമത്തത് വമാ ഇമാമുക്ക, എന്താണ് നിന്റെ ഇമാമ്, ആരാണ് നിന്റെ ഇമാം എന്ന് ചോദിക്കുമ്പോ വൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എൻ്റെ വഴികാട്ടി എന്ന് പറയണേന്ന്. അതുവരെ ആ പാവത്തിനോട് പറഞ്ഞത് ആരാ നമ്മളെ ഇമാമ്? ഷാഫി ഇമാമ്, നവവി ഇമാമ്, ഹനഫി ഇമാമ്, ഹംബലി ഇമാമ്, മാലിക്കി ഇമാമ്. ഖുർആനാണ് നമ്മുടെ ഇമാമ് എന്ന് ജീവിതകാലത്ത് അവനോട് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. മരിച്ച് ഖബറിലേക്ക് കണ്ട് ഇറക്കി വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാ ഇമാം എന്ന് ചോദിച്ചാ വരുന്ന ഈ മലക്കുകൾക്ക് നബവി ഇമാമിനെയും കാന്തപുരത്തിനെയും അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരു ഇമാമിനും ഒന്നും അറിയില്ല. അവിടെ അള്ളാന്റെ ഖുർആൻ, ഹദീസിൽ എന്താണുള്ളതെന്ന് അറിയോ? വമാ ഇൽമുക, എന്താണ് നിന്റെ ഇൽമ്? ഖബറുള്ള ചോദ്യമാണ്. ഖറഅതു കിതാബല്ലാഹി വഅമിൽതു ബിഹി, ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഓതിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ അമൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഉസ്താദിനോട് പറയണം, അവിടെ നിങ്ങൾ പറയുന്നു ഇമാമ് ഖുർആനാണെന്ന് പറഞ്ഞാലേ രക്ഷപ്പെടുമെങ്കിൽ ആ ഖുർആൻ അനുസരിച്ചല്ലേ നമ്മളിവിടെ ജീവിക്കേണ്ടതെന്ന് ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഖുർആനിൽ തെളിവുണ്ടോ? ഖബർ കെട്ടിപ്പൊക്കൽ, അള്ളാഹുവിന്റെ റസൂൽ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സിസൽ ഖബർ, ഖബർ കെട്ടിപ്പൊക്കുന്നതും ഖബറിന്റെ മേലെ കുമ്മായം ഇടുന്നതും സിമന്റ് ഇടുന്നതും കെട്ടിപ്പൊക്കുന്നതും അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചു. ഇന്നിവർ ഖബർ കെട്ടിപ്പൊക്കുന്നു. ഷാഫിഈ മദ്ഹബ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു അവര്. ഷാഫിഈ മദ്ഹബിലെ കിതാബുൽ ഉമ്മ മുതൽ പള്ളി ദർസിലെ ഏറ്റവും ചെറിയ കിതാബാകുന്ന ഫത്ഹുൽ മുഈൻ വരെയുള്ള ഷാഫിഈ മദ്ഹബിലെ മുഴുവൻ കിതാബുകൾ പരിശോധിച്ചാലും 2 നിയമമേ കിട്ടുള്ളൂ. മുസബ്ബലായ ഭൂമിയിലാണെങ്കിൽ ഹറാം, മുസബ്ബലായ പൊതുശ്മശാനത്തിലാണെങ്കിൽ ഹറാം, സ്വന്തം ഭൂമിയിലാണെങ്കിലോ അത് കറാഹത്താണ്. വേറൊന്നും കിട്ടൂല, വേറൊരു ചർച്ച അവിടെ ഇല്ല. ഇതാണ് അതിലുള്ളത്. എന്നിട്ടോ ധാരാളം ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് ഷാഫിഈ മദ്ഹബിലെ അൽ മൻഖൂലുൽ മുഅ്തമദു കമാ ജസമ ബിഹി നവവി
ഫീ ശറഹിൽ മുഹദ്ദബി എന്ന് തുടങ്ങിയിട്ടാ പറയുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അൽ മൻഖൂലുൽ മുഅ്തമദ്, മുഅ്തമദായ മൻഖൂൽ എന്താണ്? കമാ ജസമ ബിഹിൻ നവവി, രണ്ടാം ഷാഫിയായ ഇമാം നവവി തങ്ങൾ ജസ്മ ചെയ്ത് പറഞ്ഞതുപോലെ. ഏത്? ഖബർ കെട്ടിപ്പൊക്കൽ പൊതു ശ്മശാനത്തിലാണെങ്കിൽ ഹറാമാണ്, സ്വന്തം ഭൂമിയിലാണെങ്കിൽ കറാഹത്താണ്. എന്നിട്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുക. അവരോട് അന്വേഷിക്കേണ്ട കാര്യം അതാണ്. ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് എന്താണ് സലഫികളിൽ ഇല്ലാത്തത്? നിങ്ങളിലുള്ളതിനൊക്കെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമുണ്ടോ എന്ന് അവരോട് പറഞ്ഞു കൊടുക്കൽ, ആ തെറ്റിദ്ധാരണയിൽ നിന്ന് മാറിക്കൊടുക്കുക. പിന്നെ സലഫികളെ കുറിച്ച് വല്ലാത്ത തെറ്റിദ്ധാരണകളാണ് അവരിലുള്ളത്. അവർ സലഫികളെ കുറിച്ച് പറഞ്ഞത് ബിദ്അകൾ എന്നാണ്. ഞങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് ബിദ്അത്തുള്ളത്? ഞങ്ങൾ ഖബർ കെട്ടിപ്പൊക്കുന്നില്ല, റസൂൽ വിരോധിച്ചതാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ അനുവദനീയമാണ്, ഞങ്ങൾ പെണ്ണുങ്ങളെ വലിച്ചുകൊണ്ടോണമെന്നില്ല, പെണ്ണുങ്ങൾക്ക് റസൂൽ അനുവദിച്ചതാണ്. മാല, മൗലീദ്, റാത്തീബ്, ഖുത്ബിയത്ത്, ഹദ്ദാദ് തുടങ്ങിയിട്ടുള്ള സകല സാധനങ്ങളും റസൂലുള്ളാഹിക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുക. അവർ പറയില്ല എന്ന്. കാരണം ഈ മങ്കൂസ് മൗലൂദ് വരെ ഉണ്ടാക്കിയത് സൈനുദ്ദീൻ മഖ്ദൂമ എന്നാ പറഞ്ഞത്. സത്യത്തിൽ സൈനുദ്ദീൻ മഖ്ദൂമ അല്ല, എന്നാലും ഓല് പറയണത് അതാണ്. അദ്ദേഹം നമ്മുടെ കേരളക്കാരനാണ്. ഖുത്ബിയത്ത് ഉണ്ടാക്കിയത് തമിഴ്നാട്ടുകാരനായ സദഖത്തുള്ള മുസ്ലിയാരാണ്. നാരിയ സ്വലാത്ത് ഉണ്ടാക്കിയത് മൊറോക്കയിലുള്ള ഇബ്രാഹിമുൻ നാസിയാണ്. ഇങ്ങനെ തുടങ്ങി 100, 200, 300, 400, 500 കൊല്ലത്തെ പഴക്കാണ് ഇവരിന്ന് ചെയ്യുന്ന മുഴുവൻ ആചാരങ്ങൾക്കും. സലഫികൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമില്ലാത്തതുണ്ടോ? ഇല്ല. അവരാകെ പറയാ ഖുത്ബ റസൂലുള്ള അറബിയിലല്ലേ പറഞ്ഞത്, നിങ്ങൾ മലയാളത്തിലല്ലേ എന്നാ. ആകെ ഓൽക്ക് എടുത്ത് പറയാനുള്ള ഒരു സാധനം അതാ. അതും കൂടി പറയണല്ലോ, കുട്ടികൾക്കുള്ള വിവരമുള്ള ഒരു പഠിപ്പിന്റെ വിജ്ഞാന രംഗമായതുകൊണ്ട്. റസൂലുള്ള മലയാളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന ഖുത്ബ നടത്തിയിട്ടുണ്ടോ എന്നോ ചോദ്യം. ഓല പറച്ചിലേട്ട റസൂലുള്ള ആയിഷാ ബീവിനോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചൊക്കെ മലയാളത്തിലാണ്. അതേപോലെ തന്നെ ഖദീജ ബീവിനോട് ചോറ് ചോദിച്ചോ മലയാളത്തിലാണ്. മിമ്പർമ കയറിയപ്പോ മാത്രം അറബി പറഞ്ഞു എന്നാ. മഖ്സൂദുൽ ഖുത്ബത്തി അൽ വഅദ്, ഇമാം നവവി തങ്ങള് 10 കിതാബിൽ വരെ കാണാം മഖ്സൂദുൽ ഖുത്ബ, ഖുത്ബയുടെ ലക്ഷ്യം അൽ വഅദ്, ജനങ്ങളെ ഉപദേശിക്കലാണ്. ഈ മുസ്ലിംമാരൊക്കെ വഅദ് പറയുന്നത് മലയാളത്തിലല്ലേ, അറബിയിലാണോ? ജനങ്ങൾക്ക് ഉത്ബോധനം മനസ്സിലാവണമെങ്കിൽ അത് ജനങ്ങൾക്ക് മനസ്സിലാവണം. ഖുർആൻ പറയാണ്, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ, അല്ലാഹുവിന്റെ ഉത്ബോധനത്തിലേക്കാണ് അവർ വരേണ്ടത്. റസൂലുള്ളാഹിന്റെ ഖുത്ബ കാന ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബതാനി യജ്ലിസു ബൈനഹുമാ വയഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. എന്നാ സമസ്തന്റെ പള്ളിയിൽ നടക്കുന്ന ഖുത്ബന്റെ കോലെന്താ? നമ്മളൊക്കെ കുറെ ഓതിയതാണ്. ആദ്യം ആ ഒരു നബാത്തി ഖുത്ബന്റെ ഏട് ഇങ്ങനെ എടുക്കും, അൽഹംദുലില്ലാഹ്, പിന്നൊക്കെ കുറെ പതുക്കാണ് അഹ്മദുഹു. ആ പതുക്കാവുമ്പോൾ കുറെ ആൾക്കാർ ഇരുന്ന് ഉറങ്ങുണ്ടാവും, കുറെ ചെക്കന്മാരെ ചെരുവിൽ ഇരുന്നിട്ട് സിനിമാ കഥ പറയുണ്ടാവും, വേറെ ചില ആൾക്കാർ പുറത്തെ പള്ളി ഇരുന്നിട്ട് രാഷ്ട്രീയം പറയുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചാണ്ട് കഴിയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി, അപ്പൊ എല്ലാവരും ഒന്ന് ഉണർന്ന് ചെക്കന്മാരൊക്കെ ഒന്ന് വർത്താനം നിർത്തി. ഇങ്ങനെയുള്ള ഒരു പ്രകടനവും പ്രഹസനവും നടക്കുന്നത്. നേരെ മറിച്ച് റസൂലുള്ളാഹിന്റെ ഖുത്ബ എങ്ങനെയാണ്? യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ആ ആഴ്ചയിൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുക്കും. അതാണ് പണ്ഡിത ലോകം മുഴുവൻ പറഞ്ഞു മഖ്സൂദുൽ ഖുത്ബ, ഇസ്ലാമിലെ ഖുത്ബയുടെ ലക്ഷ്യം അൽ വഅദു, ജനങ്ങളെ ഉപദേശിക്കലാണ്. അതും എങ്ങനെയാവണം? ഖരീബുൻ ഇലൽ ഫഹ്മ്, 10 കിതാബിൽ പോലും കാണാം, ഏറ്റവും മനസ്സിലാകുന്ന രീതിയിലാവണം, ബലീഗാവണം. ഖരീബും ഇലൽ ഫഹ്മ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളതാവണം. അതാണ് നമ്മുടെ മേൽ അവർ ആരോപിക്കുക. ആ ആരോപണത്തിൽ ഒരു കഴമ്പില്ല. കാരണം അള്ളാന്റെ റസൂൽ എന്തിനാ ഖുത്ബ വെച്ചത്? അത് ജനങ്ങളെ ഉപദേശിക്കാനാണ്. ഞാൻ പറഞ്ഞു വന്നത് വലിയൊരു ദൗത്യമാണ്. തെറ്റിദ്ധാരണയുടെ ലോകത്തേക്കാണ് നിങ്ങൾ ഇറങ്ങണം. ആദ്യം ഈ ഉസ്താദുമാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മെക്കുറിച്ചുള്ള കുറേ ആരോപണങ്ങൾ, ദിക്റില്ലാത്തവരാണ്, സ്വലാത്ത് ചൊല്ലാത്തവരാണ്, നബിയെ സാധാരണക്കാരനാക്കുന്നവരാണ്, പച്ച ആരോപണങ്ങളാ പറയാ. ആ ആരോപണങ്ങൾ കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുക. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, അത്ര മാത്രമേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറം പറഞ്ഞിട്ടില്ല. നമ്മെ പോലത്തെ ഒരു മനുഷ്യനാണ്, പക്ഷെ റസൂലുള്ളാഹിക്ക് വഹയുണ്ട്. തെറ്റിദ്ധാരണകൾ തീർത്തു കൊടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇല്ലാത്ത കുറെ ആരോപണം, ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നവരാണ് എന്നൊക്കെ ഇല്ല. ഇവിടെ നിങ്ങൾ കേട്ടല്ലോ, അതൊക്കെ ആരോപണങ്ങളാണ്.
സംസമിന്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തുന്നവരാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. അവരോട് പറയണം, സംസമിന് പവിത്രതയുണ്ട്, അത് അള്ളാഹുവും അള്ളാഹിന്റെ ദീനും കൊടുത്ത പവിത്രതയാണ്. പക്ഷേ ആ പവിത്രത കാണിച്ചിട്ട് മഖ്ബറയിൽ വെച്ച വെള്ളത്തിന് പവിത്രതയുണ്ടെന്ന് പറയാൻ പറ്റൂല. അവിടെയാണ് വിഷയം. സാറനെ കാണിച്ച് സൂറനെ കെട്ടിക്കാൻ പറ്റൂല. നമ്മൾ ഇടവണ്ണ സംവാദത്തിൽ കേട്ടില്ലേ, ആ സാറിനെ കാണിച്ച് സൂറിനെ കെട്ടിക്കാൻ പറ്റൂല. സാറക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്നോ അള്ളയും റസൂലും പറഞ്ഞു അതൊക്കെ ഉണ്ടാവും. അത് സൂറക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, അത് ഉണ്ടാക്കാൻ നമ്മൾ നോക്കാൻ പറ്റൂല. അവിടെയാണ് വിഷയം. അള്ളാഹും അവന്റെ റസൂലും എന്തിനൊക്കെ പവിത്രത ഉണ്ടെന്ന് പറഞ്ഞു അതിനൊക്കെ പവിത്രതയുണ്ട്. എവിടെയൊക്കെ അദാബുണ്ടെന്ന് പറഞ്ഞു അവിടെയൊക്കെ അദാബുണ്ട്. എന്തൊക്കെയാണോ ദീനിലുള്ളത് അതൊക്കെ ദീനിലുണ്ട്. അവിടെയാണ് അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അപകടം എന്താണ് എന്നുള്ളത് അവരെ ഒന്ന് ധരിപ്പിക്കുക. ആ ആയത്തൊന്ന് കേൾപ്പിച്ചു കൊടുത്ത മോനെ. വളരെ വ്യക്തമായി അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം നമുക്ക്. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, നരകത്തിലേക്ക് അവരുടെ മുഖങ്ങളെ കുത്തി, അവരുടെ മുഖം കുത്തി നരകത്തിലേക്ക് ഇടപെടുന്ന ആ ഒരു രംഗമുണ്ട്. ആ സമയത്ത് അവർ പറയും, യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ വ അത്അന റസൂല, ഞങ്ങൾ അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അള്ളാഹിന്റെ ഖുർആനിനും റസൂലുള്ളാഹിന്റെ സുന്നത്തിനും ഞങ്ങൾ വഴിപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവരോട് ചോദിക്കുമെന്നാണ്, പിന്നെ നിങ്ങൾ ആർക്കാണ് വഴിപ്പെട്ടത്? വഖാലൂ റബ്ബനാ ഇന്നാ അത്അനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല. അവര് പറയും, ഞങ്ങൾ ഞങ്ങളെ സാദാത്യങ്ങൾക്ക് വഴിപ്പെട്ടു പോയി റബ്ബേ, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് വഴിപ്പെട്ടു പോയി റബ്ബേ, ഞങ്ങളിലെ വലിയ മഹാന്മാർക്ക് ഞങ്ങൾ വഴിപ്പെട്ടു പോയി റബ്ബേ. ഫഅളല്ലൂന സബീല, അവരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത് എന്നവർ പറയുന്ന ഒരു ദയനീയമായ രംഗം വരാനുണ്ട്. അള്ളയാണ് ഈ പറയുന്നത്. ഒരു തഫ്സീറിന്റെ ആവശ്യമില്ല. യാ ലൈതന, ഞങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത്അനല്ലാഹ വ അത്അന റസൂല, അല്ലാഹുക്കും റസൂലിനും വഴിപ്പെട്ടിരുന്നെങ്കിൽ. ഇതാണ് ഓരോ നമസ്കാരത്തിന് ശേഷവും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. അല്ലാഹുമ്മ ഹയ്യിനാ അലൽ കിതാബി വസ്സുന്ന. ആ പ്രാർത്ഥനയും പ്രവർത്തനവും തമ്മിൽ ബന്ധം വേണ്ടേന്ന് അവരോട് ചോദിക്കുക. ഞാൻ കുറ്റിപ്പുറത്തുകാരനാണ്. കുറ്റിപ്പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ പോകണവന് ഇന്ന ഒരു പ്രയാസമില്ലാതെ മംഗലാപുരത്ത് എത്തിക്കണേന്ന് ദ്വാരന്നിട്ട് മംഗലാപുരത്തേക്ക് യാത്ര പോവാണ്. അങ്ങനെ ട്രെയിന് അവസാനിക്കുന്നിടത്താണ് മംഗലാപുരം സ്റ്റേഷൻ ഇറങ്ങിക്കോണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാം പ്രാർത്ഥിച്ച് മംഗലാപുരത്തേക്ക് എത്തി പോകാൻ വേണ്ടി ട്രെയിനിൽ കയറുകയാണ്. എത്തി നോക്കുമ്പോഴോ القائمة آتي محمد الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته. നമ്മൾ എന്താ പറഞ്ഞത്? കുറേ പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രയാസമൊന്നുമില്ലാതെ മംഗലാപുരത്ത് എത്തിക്കണേന്ന് ദ്വാരന്ന് ട്രെയിന് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി നോക്കുമ്പോഴോ ഓന് തിരുവനന്തപുരത്ത് എത്തിക്കണത്. ഓന് അള്ളാഹിനോട് പറയാണ്, അള്ളാ എന്നോട് അത്രയും നിസ്കരിച്ച് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ദ്വാരന്നിട്ട് ഞാൻ കയറിയതല്ലേ, ഞാനിത് നേരെ തിരുവനന്തപുരത്താണല്ലോ എത്തിക്കണതെന്ന് അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓൻ ആ സൈഡിൽ നിന്ന് കയറണതിന് പകരം ഓൻ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് കയറിയത്. റെയിൽവേ സ്റ്റേഷനിൽ അപ്പുറത്ത് കയറണതിന് പകരം ഇപ്പുറത്തുനിന്നാണ് കയറിയത്. അങ്ങനെ പോണ ട്രെയിനല്ലേ ഇത് മംഗലാപുരത്തേക്ക് പോകുള്ളൂ. ഇങ്ങനെ പോണ ട്രെയിൻ എവിടുക്കാ പോവാ? തിരുവനന്തപുരത്തേക്കേ പോവുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? ആ സിറാത്തുൽ മുസ്തഖീമിൽ ആ ട്രെയിനിൽ തന്നെ കയറണം. സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്തണേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും വഴി നടത്തണമെന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ആ ഖുർആന്റെയും സുന്നത്തിന്റെയും ആ വാഹനത്തിൽ തന്നെ കയറണം. അതും കൂടെ ദൗത്യമാണ് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൗത്യം വളരെ വലുതാണ്. നമ്മുടെ നേതാക്കന്മാർ ഇങ്ങനെ ഒന്നിച്ച് നിന്ന് ഒരു നൂറ്റാണ്ടായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കേരള ജംഇയ്യത്തുൽ ഉലമ 100 കൊല്ലമായി വന്നിട്ട്, അത് കഴിഞ്ഞ് 2 കൊല്ലം ശേഷം വന്നതാണ് സമസ്ത. അറിയോ നിങ്ങൾക്കത്? ആദ്യം വന്ന സംഘടനയുടെ പേരെന്താണ്? കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്ന വൽ ജമാഅ. കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്ന വൽ ജമാഅ 1924 രൂപം കൊണ്ടത്. ഇന്ത്യ പാർട്ടി ആയിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള കേരള ജംഇയ്യത്തുൽ ഉലമന്റെ മുന്നേ ഒരു സമസ്ത എന്ന് കൂട്ടിയിട്ട് അവർ പുതിയ സംഘടന ഉണ്ടാക്കിയത് 1926.
ഓലാണ് ഇപ്പം ഇനി 2 മാസം കഴിഞ്ഞിട്ട് ആഘോഷിക്കാൻ പോണത്. നമ്മളത് കഴിഞ്ഞു 2 കൊല്ലം മുന്നേ, അതിൻ്റെ സമാപനം കഴിഞ്ഞു കോഴിക്കോട്. ഞാൻ അതിലേക്കല്ല നിങ്ങളെ കൊണ്ടുപോകുന്നത്, മറിച്ച് ആ ആളുകള് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരായിട്ടുണ്ടാക്കിയതാണ് സമസ്ത. ആ സമസ്തയുടെക്കെതിരെ ഒന്നിച്ചു നിന്ന് നമ്മുടെ പണ്ഡിതന്മാർ പോരാടിയതിൻ്റെ നേട്ടമാണെന്ന് കേരളക്കരയിൽ കാണുന്നത്. ഒരു ഉസ്താദ്, ഒരു മുസ്ലിയാർ പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? നിങ്ങളെങ്ങാനും ഈ കേരളത്തിന്റെ മണ്ണിലില്ലായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ മാപ്പിളാര്, നേരത്തെ പറഞ്ഞ മാപ്പിളാർ വിഗ്രഹാരാധന തുടങ്ങുമായിരുന്നു എന്നാ. അല്ലേ? ഇന്നുണ്ട് ഇവിടെ അമ്പംകുന്നുള്ളവരാരെങ്കിലും ഉണ്ടോ? അമ്പംകുന്ന് ഭാഗത്തുള്ളവർ അവിടെ ഒരു നാട്ടി വെച്ച കല്ലിനെയാണ് പൂജിക്കുന്നത്. ഒരു ക്ലിപ്പുണ്ടായിരുന്നു, ഞാൻ സാറിന് വിട്ടുകൊടുത്തിരുന്നു. ഒരു പാറ, വലിയൊരു പാറയാണ് ഇവിടെ പാറപ്പള്ളിയിൽ. അതിൻ്റെ മേലെ കൊണ്ടുപോന്നിട്ട് എണ്ണയും തിരിയൊക്കെ ഇട്ട് പൂജിക്കുകയാണ്, നിവേദ്യം അർപ്പിക്കുകയാണ്. കൂടെ ചെല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റുമാണ്. എന്തൊരു വിരോധാഭാസമാണ്! അവരിലേക്ക് സംഘടിതമായി തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആദർശവുമായി നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾക്കിടയിൽ പുതിയ ഫിത്നക്കാർ കടന്നു വരുന്നുണ്ട്. ഈ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആദർശം മനസ്സിലാക്കിയതിന് ശേഷം ഇനി നമുക്ക് സംഘടന ഒന്നും വേണ്ട. സംഘടന തിന്മയാണ്, സംഘടന ബിദ്അത്താണ്. നമുക്ക് വേണ്ടത് സലഫിയത്താണ്. അവരെന്ത് സലഫിയത്താണ് മനസ്സിലാക്കിയതെന്ന് അറിയില്ല. സലഫിയത്തിൽ ഏറ്റവും വലുത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കലാണ്. ഞങ്ങളാണ് സലഫികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സംഘടന വേണ്ട എന്നാണ് അവരുടെ വാദം. ഇതുപോലുള്ള ദഅവത്തിനൊന്നും അവരെ കിട്ടൂല. അവരിങ്ങനെ ഏതെങ്കിലും പള്ളിയുടെ മൂലകളിൽ മാത്രം അടഞ്ഞുകൂടിയിരിക്കുകയാണ്. എന്നിട്ടോ സംഘടനയെ എതിർക്കാനാണ് അവരുടെ വാദം. രൂപത്തിലും ഭാവത്തിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് ഈ മുവഹിദീങ്ങളാകുന്ന മക്കളെയാണ് അവർ പിടിച്ചു വലിക്കുന്നത്. അതേപോലെ തന്നെ മുൻകാല പണ്ഡിതന്മാരെ മുഴുവനും കുറ്റം പറയാണ്. ഇവരൊക്കെ ഇസ്ലാഹികളാണ്, ഇവരൊന്നും സലഫികളല്ല എന്നാണ്. മറ്റൊരു വിഷയമാണ്, അതിൽ ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വൈജ്ഞാനിക സദസ്സുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം, ഹഖിനെ മനസ്സിലാക്കണം. ഇവിടെ അഫീഫ് ചോദിച്ച ഒരു ചോദ്യത്തിനും കൂടെ, ഞാൻ കേവലം വെറുതെ കയറി വന്നതല്ല. ഞാൻ ഈ വിഷയം, എനിക്ക് തൗഹീദ് കിട്ടിയത് സൗദി അറേബ്യയിൽ നിന്നാണ്. ആ സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്ന് തൗഹീദും സുന്നത്തും കിട്ടിയപ്പോൾ ഞാൻ കേരളത്തിലുള്ള മുഴുവൻ സംഘടനകളെ കുറിച്ചൊന്ന് പഠിക്കാൻ ഒരുങ്ങി. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പഠിച്ചു, മറ്റുള്ള സംഘടനകളെ കുറിച്ച് പഠിച്ചു, എല്ലാത്തിനെയും കുറിച്ച് പഠിച്ചു. പരിശുദ്ധമായ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തും കലർപ്പില്ലാതെ, ഏച്ചുകെട്ടലുകളില്ലാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ വെട്ടി തുറന്ന് ആ ആദർശം അടിയുറച്ച് പറയുന്ന ഒരു പ്രസ്ഥാനം, അത് തൗഹീദി പ്രസ്ഥാനം കേരള നദ്വത്തുൽ മുജാഹിദീനാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അതൊന്നും ഒക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട്, അതൊന്നും ഒരു വിഷയാക്കാനേ നമ്മൾ പാടില്ല. തൗഹീദ് മനസ്സിലാക്കി നാട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ പിതാവ് നാട്ടിലെ മഹല്ലിൻ്റെ ഖാദിയും മുത്തവല്ലിയും ഒക്കെയാണ്. വല്ലിപ്പയായിരുന്നു ഖാദി, പിന്നെ ഉപ്പയായി. ആ ഉപ്പാന്റെ സ്ഥാനത്ത് പിന്നെ നമ്മളൊക്കെയാണ് വരേണ്ടത്. വലിയ മഹല്ലാണ്, 10,000 വീടുണ്ടായിരുന്ന മഹല്ലായിരുന്നു പറയപ്പെടുന്നു. ഞാനൊക്കെ സൗദി അറേബ്യയിൽ നിന്ന് വന്നപ്പോൾ അവൻ ചോദിച്ചുകൊണ്ട് മാത്രം പറയാം, വന്ന അന്ന് പെരയിലെ കുത്തുബിയത്താണ്, നേരത്തെ പറഞ്ഞ കുത്തുബിയത്ത്. ആ രാത്രി ആ കുത്തുബിയത്തിൽ ഞാൻ പങ്കെടുക്കണം, എന്നാൽ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ അംഗമാവും, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താ. പിറ്റേ ദിവസം ഗൾഫിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം കുത്തുബിയത്ത് വെച്ച് ആദ്യത്തെ 3 കൊല്ലം കഴിച്ചിട്ടുള്ള വരവാണ്. ആ കുത്തുബിയത്തിൽ പങ്കെടുത്ത രക്ഷയുണ്ട്. വീട്ടിൽ വലിയ സമ്മേളനം നടക്കുകയാണ്. 10-52 മൊയ്ലിയന്മാരുണ്ട്. ജ്യേഷ്ഠന്മാരൊക്കെ മൊയ്ലിയന്മാരാണ്, അളിയന്മാരൊക്കെ മൊയ്ലിയന്മാരാണ്, എല്ലാവരും മൊയ്ലിയന്മാരാണ്. പക്ഷേ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ അന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടതാണ് തൗഹീദിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്ന്. ഇന്നിപ്പോൾ ആ നാട്ടിൽ റബ്ബിൻ്റെ തൗഫീഖോടുകൂടി കുറേ മുജാഹിദുകളായി മുവഹിദുകളായി ഒരു പള്ളി വന്നു. ബഹുമാനനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഫാറൂഖി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം പ്രസംഗിക്കാൻ വരെ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ വരുമ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുക. കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയിൽ കുറ്റിപ്പുറത്തിൻ്റെ എടപ്പാളിൻ്റെ ഇടയിലാണ് പള്ളി. ആ പള്ളി വന്ന് ഒരു മുജാഹിദ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു. അവിടെയൊക്കെ പള്ളിയായി. ഇപ്പോഴൊക്കെ ജുമാക്ക് വരെ 1-2 സ്വഫ് ആളുകൾ പുറത്താണ്. പള്ളി വന്നിട്ടാകും 1.5 കൊല്ലാവണുള്ളൂ. നമ്മൾ ഇറങ്ങുക പൊന്നാര സ്വലാഹിമാരെ, ഗോദയിലേക്ക്. റബ്ബിൻ്റെ സഹായമുണ്ടാകും, ഒരു സംശയവും വേണ്ട. ഇറങ്ങാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മഹ്റജുകൾ അള്ളാഹ് തുറന്നു തരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കാണ്. പിന്നെ നന്ദി പറയുന്നതിന് വേണ്ടി മിസ്ഹബിനെ ക്ഷണിക്കുന്നു.
അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. അറിവാണ് ചെറുത്തുനിൽപ്പ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എടവണ്ണ ജാമിയ നദിവിയ സ്റ്റുഡൻസ് യൂണിയൻ നടത്തുന്ന ദവാ സമ്മേളനത്തിൻ്റെ 3ാമത്തെ സെക്ഷനായ വിശ്വാസം, അന്ധവിശ്വാസം, പൗരോഹിത്യത്തിൻ്റെ അബദ്ധ സഞ്ചാരങ്ങൾ എന്ന സെഷനിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്ന് പറയുന്നത് ഈ സെഷന് നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി കൊണ്ട് നമുക്ക് സ്വാഗത ഭാഷണം നടത്തിയ ഖലീൽ ഹക്കീം കണ്ണൂരിനും നമ്മുടെ മോഡറേറ്ററായിക്കൊണ്ട് ഈ പരിപാടി വളരെ ഭംഗിയായി കൊണ്ടുവന്ന ഷെരീഫ് അൻസാരി വാവൂരിനും തുടർന്ന് നമ്മളുമായി സംവദിച്ച മയൻകുട്ടി സുല്ലമി, അബ്ദുൽ മജീദ് സുഹരി, അബ്ദുറഹ്മാൻ പൊന്മുള എന്നിവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.